സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഊരകം അയോധ്യ ശ്രീരാമചന്ദ്ര ദുർഗാ ഭഗവതി ക്ഷേത്രം അല്ലേ നമ്മുടെ അമ്പലത്തിൻ്റെ പേര്. ഇത്തവണ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കർക്കടകം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നീ എൻ്റെ കഥ പറഞ്ഞു തുടങ്ങ് എന്ന് പറയുന്നത് പോലെ ഒരനുഭവം ഇവിടുന്ന് വെളി വന്നപ്പോൾ. കാരണം 14-ാം തീയതി ഇന്ന് 2 ദിവസം കഴിഞ്ഞാൽ എന്തായി? കർക്കടക മാസം. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ക്ഷേത്രം, അതും അയോധ്യാഭൂമിയുടെ പേരിൽ. അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത സ്ഥലം എന്നാണ്. ഇപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങൾ തമ്മിലൊരു യുദ്ധം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ എവിടെയാ യുദ്ധം വേണ്ടാത്തത്? നമ്മളുടെ മനുഷ്യരുടെ മനസ്സാണ് അയോധ്യ എന്ന് പറയുന്നത്. ഈ അയോധ്യയിൽ ഒരുപാട് ഭടന്മാരുണ്ട്. ആരൊക്കെയാ ഭടന്മാർ? നമ്മളുടെ മനസ്സിനുള്ളിലുള്ള കാമം, ക്രോധം, ലോഭം തുടങ്ങിയ ഷഡ്വൈരികളാണത്. അങ്ങനെയാകുമ്പോൾ ഈ ഷഡ്വൈരികൾ, കാമം എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹം. നമുക്ക് ഒരു സാധനം കിട്ടിയില്ല, ഉദാഹരണത്തിന് ഒരു കാറ് വാങ്ങിക്കണം, സാധിച്ചില്ല. അപ്പം അതിനെന്താ? അതൊരാഗ്രഹം, കാമം എന്ന് പറയും. വരദേ കാമരൂപിണി. പലരും ഇത് മാറ്റി ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റായിട്ട് ആചാര്യന്മാർ എഴുതി വെച്ചത് കാമരൂപിണി തന്നെയാണ്. ഇവിടെ ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നു. അപ്പം ലോഭം എന്ന് പറഞ്ഞാലോ, നമുക്ക് ആഗ്രഹമുണ്ട്, ഒരു കാറ് വാങ്ങിച്ചു, പക്ഷെ എന്ത് വേണം? അതൊന്നും പോരാ. ഇതെന്താ? കുറഞ്ഞ അൾട്ടോ ആണ്, ചെറിയ കാറാ, വലുത് വാങ്ങണം, BMW വാങ്ങിക്കണം. അതെന്താ? ആഗ്രഹം. കിട്ടിക്കഴിഞ്ഞതിനോട് ഒരു സംതൃപ്തി ഇല്ല. ഇനിയും വേണം, കിട്ടിയത് ഇനിയും വലിയത് വേണം എന്ന ആഗ്രഹം. അതിനാണ് ലോഭം എന്ന് പറയുക. ഇനി ക്രോധത്തിനെ കുറിച്ച് രാമായണത്തിൽ പറയുന്നുണ്ട്, ഗീതയിൽ പറയുന്നുണ്ട്. ഏത് ഗ്രന്ഥം എടുത്താലും ക്രോധത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ക്രോധം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും എന്ന് രാമായണം പറയുമ്പോൾ, ഭഗവത്ഗീതയിൽ ക്രോധത്തിനെ കുറിച്ച് 2-ാമത്തെ അധ്യായത്തിൽ സാംഖ്യയോഗത്തിൽ പറയുന്നത് ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമാ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധം, ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് സ്മൃതിഭ്രംശം സംഭവിക്കും. അതായത് നമുക്ക് വിവേകം നഷ്ടപ്പെടും. ഉദാഹരണത്തിന് സാധാരണക്കാരോട് എങ്ങനെ പറയണം? ഗ്രന്ഥം പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം ഹൈന്ദവന് ആത്മീയമായ വിദ്യാഭ്യാസം കിട്ടാൻ ഒരു സ്രോതസ്സില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതെന്താ? ക്ഷേത്രാങ്കണങ്ങളാണ്, ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളാണ്. അതായത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ കാണുന്ന ഒരു അന്തരീക്ഷം, ചോറുണ്ണാൻ എല്ലാവരും വിളിച്ചു, സന്തോഷത്തോടു കൂടി എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നു. ആ സമയത്താണ് കറിയിൽ ഇത്തിരി ഉപ്പ് അധികമായി. വന്നില്ലേ കോപം? ദേഷ്യം ഇങ്ങോട്ട് വന്നാൽ ചിലർ കൂട്ടാൻ പാത്രം ഒരൊറ്റ തട്ടാലിയേ. അത്ര സമയം ബുദ്ധിമുട്ടി പണിയെടുത്ത ആ അമ്മയുടെ മനസ്സ് എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ പ്രതികരിക്കും. ഇതിനെന്തിനെങ്കിലും ആരെങ്കിലും വന്നിട്ടുണ്ടാവുമോ? ഒന്നുമില്ല. സാധാരണ എന്നും അധികം ആവാറില്ല, ഇന്ന് ഇത്തിരി അധികമായി. ക്ഷമിക്കാൻ അവർ തയ്യാറാവില്ല. അത്
ക്ഷമിക്കാൻ തയ്യാറാവണം എന്നാണ് പറയുന്നത്. ക്രോധം നമ്മളെ വിവേകം ഇല്ലാതെയാക്കും. വിവേകം ഇല്ലാതെ എന്താ സംഭവിക്കുക? പ്രണശ്യതി, സർവനാശാണ് സംഭവിക്കുക. ഇനി മഹാഭാരത യുദ്ധം എടുത്തോളൂ, രാമായണം എടുത്തോളൂ, എല്ലായിടത്തും കോപം അല്ലെങ്കിൽ ക്രോധം വന്നതുകൊണ്ടാണ് ഓരോരുത്തരും യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത്. ഇങ്ങനെ അയോധ്യ എങ്ങനെയായി മാറണം? നമ്മുടെ അയോധ്യ ശ്രീരാമചന്ദ്ര ക്ഷേത്രം എന്ന് പറയുമ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി ഭരിക്കുന്ന അയോധ്യ യുദ്ധമില്ലാത്ത സ്ഥലം, അതായത് യുദ്ധം നടക്കാത്ത ഹൃദയങ്ങളുടെ ഉടമകളാവണം ഈ ഭാഗത്തുള്ള വ്യക്തികൾ എന്ന ഒരു ഉദ്ദേശം കൂടിയും അങ്ങനെ ഒരു പേര് നമ്മുടെ ക്ഷേത്രത്തിന് കൊടുത്തപ്പോൾ ആ ആചാര്യൻ, ആ മഹാനുഭാവൻ വിചാരിച്ചു കാണും. ഇവിടെ നോട്ടീസ് വന്നപ്പോഴേ നടുവിലെ ചിത്രം കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. നടുവിലെ ചിത്രം ആരതായിരുന്നു? നമ്മുടെ ശ്രീ രാജീവ് ജി. ഇവിടെ എന്നാ വന്നതെന്ന് അറിയില്ല, ഞങ്ങളുടെ പുറമണ്ണൂരിൽ ഇതേപോലെ ഒരു നരസിംഹമൂർത്തി ക്ഷേത്രം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് എത്രയോ വർഷങ്ങളായിട്ട് കിടക്കുകയായിരുന്നു. ആ ക്ഷേത്രത്തിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി ഞങ്ങളുടെ മുന്നിലേക്ക് ഭഗവാനെ പോലെ വന്ന ഒരു മഹത് വ്യക്തിയാണ് നിങ്ങളെ ഇവിടെ വന്ന് നിങ്ങൾക്ക് കാര്യദർശിയായി നിന്ന ആ രാജീവ് ജി. അപ്പോൾ ആ നോട്ടീസ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുക, രാജീവ് ജി ഇപ്പം അങ്ങോട്ട് വരാറില്ല, വെയ്യ തീരെ. പക്ഷേ ഇന്നിവിടെ വന്നപ്പോൾ ഞങ്ങൾ കണ്ടു, സംസാരിച്ചു, വലിയ സന്തോഷം തോന്നി. കാരണം നമുക്ക് എത്രയോ ജന്മങ്ങൾ കിട്ടുന്നുണ്ട്. പുണ്യം നിറഞ്ഞ ഒരു ജന്മമാണെങ്കിൽ മാത്രമാണത്രേ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രാജീവ് ജി ഒരുപാട് നിരവധി ക്ഷേത്രങ്ങളുടെ കാര്യദർശിയായിരുന്നിട്ടുണ്ട്. നാളെ ഒരു ദിവസം പോയി അമ്പലത്തിൽ, എവിടെയാണെന്ന് ഓർക്കണില്ല, അവിടെയും കാര്യദർശി എന്ന് പറഞ്ഞിട്ട് രാജീവ് ജിയുടെ പേരാണ് കണ്ടത്. നമുക്ക് അത്രയും അടുത്തറിയുന്ന വ്യക്തികളുടെ പേര്, മഹാനുഭാവന്മാരുടെ പേര് നോട്ടീസിൽ കാണുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം. അദ്ദേഹം തന്നെ ആയിരിക്കും നിങ്ങളെ ഇത്രയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇവിടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവുക അല്ലേ. നമുക്ക് എന്താണോ ഭഗവാൻ നേരിട്ടൊന്നും ഇങ്ങോട്ട് ഇറങ്ങി വന്ന് നമ്മളോട് പറയില്ല, പക്ഷേ ഭഗവാൻ മറ്റു പല വ്യക്തികളുടെ രൂപത്തിൽ നമ്മളുടെ അടുത്തേക്ക് സന്ദേശം അയച്ചുകൊണ്ടിരിക്കും. ആ സന്ദേശം അങ്ങനെ പകർന്നു കൊടുത്ത് മറ്റുള്ളവരെ അറിയിപ്പാക്കി മാറ്റി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അതിനാണ് എന്ത് പറയുക? ഭഗവത് സേവ എന്ന് പറയുക. ഇവിടെ നിങ്ങൾ ഭഗവത് സേവ കഴിക്കാറില്ലേ? പക്ഷേ നിങ്ങളതൊരു വഴിപാടായി മാത്രം കാണരുത്. ഭഗവത് സേവ എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനെ സേവിക്കുക. ഇപ്പം നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം സൽക്കർമ്മങ്ങളാണ്. എല്ലാവിധ സൽക്കർമ്മങ്ങളും എന്താ? ഭഗവത് സേവയാ. അപ്പോൾ ഭഗവാന്റെ കഥകൾ അങ്ങനെ പറയുക. ഈ പറയുന്നവനേക്കാൾ ഭഗവാൻ ഇഷ്ടം ആരെയെന്നോ? ഭഗവത് കഥ സശ്രദ്ധം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഹനുമാൻ എങ്ങനെയായിരിക്കുക? ശ്രീരാമചന്ദ്രസ്വാമിയുടെ മുന്നിൽ താഴെ ഇറങ്ങി വളരെ വിനയത്തോടു കൂടി, എത്ര ശക്തിയുള്ള ആളാ, പറക്കാൻ കഴിവുള്ള ആളാല്, പക്ഷെ ആ ഒന്നും അല്ല ശ്രീരാമചന്ദ്ര, ഞാനൊരു ദാസനാണ് എന്ന ഭാവത്തിൽ അങ്ങനെ തൊഴുതിരിക്കുന്നു. അതാണത്രേ ഒരു ഭക്തൻ്റെ മഹിമ. ഭക്തി എങ്ങനെയാണ് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിനും ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ ഹനുമാൻ സ്വാമി ഒരു ഉത്തരം പറയുന്നുണ്ട്. കാരണം ലങ്ക യുദ്ധം കഴിഞ്ഞു, അതായത് രാമായണത്തിലെ യുദ്ധം. രാമായണം എല്ലാവർക്കും അറിയാലോ അല്ലേ? ഏത് സാധാരണക്കാരനും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അധ്യാത്മ രാമായണം. ലങ്കയിലെ യുദ്ധമൊക്കെ കഴിഞ്ഞു, രാവണനെയൊക്കെ വധിച്ചു. അവരെന്ത് ചെയ്യുക? തിരിച്ച് വാനരപ്പടയും ശ്രീരാമചന്ദ്രസ്വാമിയും എല്ലാവരും നടന്നു പോരുന്ന സമയത്ത് വാനരന്മാരെല്ലാവരും ഇങ്ങനെ പ്രകീർത്തിക്കുകയാണ് അത്രേ. എങ്കിലും ഹനുമാനെ ശക്തിമാൻ, പ്രശംസനീയൻ തന്നെ, എന്തായിരുന്നു യുദ്ധം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഹനുമാനെ പൊക്കി കൊണ്ടുപോവുക. നമ്മളെപ്പോലുള്ളവരാണെങ്കിൽ എന്താ പറയുക? കേമായിട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുകൂടി ഉയരൂലേ? പക്ഷെ ഹനുമാൻ വളരെ വിനീതനായിട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് മുന്നിൽ നടക്കുക. വലിയൊരു ദേഹമാണ് ഹനുമാനുള്ളത്. കുറേ കുഞ്ഞു വാനരന്മാരൊക്കെ തോണ്ടി നോക്കുന്നുണ്ട്, വാല് പിടിച്ചു നോക്കുന്നുണ്ട്, അങ്ങനെ പിറകെ വരിക. ആ സമയത്ത് ഇവർ അഭിപ്രായം പറയുന്നത് കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി ചോദിക്കുക, ഹേ ഹനുമാനെ, അങ്ങയുടെ ശക്തിയുടെ രഹസ്യം എന്താണ് എന്ന്. ആ സമയത്ത് ഹനുമാൻ സ്വാമി വളരെ വിനയത്തോടുകൂടി എന്താ പറയുന്നതെന്നറിയോ? ഹേ ശ്രീരാമചന്ദ്ര പ്രഭു, അങ്ങ് എൻ്റെ മനസ്സിനുള്ളിൽ, എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ശക്തി. എനിക്ക് സ്വന്തമായിട്ട് ഒരു ശക്തിയും ഇല്ല. ഇത് കേട്ട സമയത്ത് ശ്രീരാമചന്ദ്രസ്വാമി ചോദിക്കണം, എന്താണ് ഹനുമാനെ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ സദാസമയവും അങ്ങയെ ധ്യാനിക്കണം എന്ന തോന്നലാണ് എനിക്ക്.
ഈശ്വര സ്മരണയല്ലാതെ മറ്റൊന്നിലും എനിക്കൊരു രതി സന്തോഷം തോന്നുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഇവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഈ വാനരന്മാരൊക്കെ മുഖത്തോട് മുഖം നോക്കുക. അയ്യോ, സ്വന്തം ശക്തിയല്ല ഈ കൂടെ നടക്കുന്ന ശ്രീരാമചന്ദ്രനാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളേ എന്ന് പോലെ. ആ സമയത്ത് ഹനുമാൻ കുറച്ച് വേഗത്തിൽ അങ്ങോട്ട് നടന്നു, മുന്നിൽ അങ്ങോട്ട് കയറി നിന്നു, നെഞ്ചിങ്ങോട്ട് പിളർത്തി. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? പല ഫോട്ടോകളിലായിട്ട് പണ്ട് മുതലേ കാണാം. ആ മാറിങ്ങോട്ട് പിളർന്ന് കാണിച്ചു. നോക്കൂ, ഇതിനുള്ളിൽ ആരായിരിക്കുന്നേ? ശ്രീരാമചന്ദ്രസ്വാമി സീതാദേവിയോടുകൂടി ആ ഹൃദയത്തിനുള്ളിൽ വസിക്കുക. അതോടുകൂടി എല്ലാവർക്കും സന്തോഷമായി. ശ്രീരാമചന്ദ്രൻ സന്തോഷത്തോടുകൂടി ഹനുമാനെ വീണ്ടും അനുഗ്രഹിച്ചു. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം എന്താണ്? ഒരുപാട് കഥകളുണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ. ഇതെല്ലാം വെറും കഥകളായിട്ട് അങ്ങനെ കേട്ട് കേട്ട് പോകാനല്ല. ഇന്നത്തെ ജീവിതത്തിൽ ശ്രീരാമൻ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്, എങ്ങനെ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാം എന്നാണ് രാമായണം പറയണത്. ഇവിടെ ഇത് കാണിച്ചു കൊടുത്ത സമയത്ത് എന്താ നമ്മളോട് പറയുന്നത്? ആ കറകളഞ്ഞ ഭക്തി, സ്നേഹം, സേവനം, യഥാർത്ഥ ഭക്തി എന്താണ്? ഹനുമാന് കറകളഞ്ഞ ഭക്തിയാ. ഏത് സമയത്തും എന്താ? ജയ് ശ്രീറാം, രാമചന്ദ്രൻ്റെ ആ പേരങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. രാമനാമം എഴുതിയ കല്ലുകളൊക്കെ ഈ കടലിൽ അത് സേതു കെട്ടാൻ വേണ്ടി കൊണ്ടിട്ടപ്പോൾ ഇങ്ങനെ പൊങ്ങി നിന്നു അത്രേ. അത്രയും ശക്തിയാണ് രാമനാമത്തിന്. ഇവിടെ പറയാണ് ഈ കഥയിലൂടെ നമ്മളോട്, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രതിഫലം ആഗ്രഹിക്കാത്ത സ്നേഹം നിറഞ്ഞ ഭക്തിയാണ് ഭഗവാന് വേണ്ടത്. നമ്മൾ ഒരുപാട് പൈസ അത് കൊണ്ടിടണ്ടെന്നല്ല, നമ്മളിപ്പോൾ ദ്രവ്യം ഭണ്ഡാരം ചാർത്തണം. എന്തിനാ? ഈ ക്ഷേത്രം ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കണമെങ്കിൽ നമ്മൾ വരുമ്പോൾ ഇവിടെ അങ്ങനെ വൃത്തിയായിരിക്കണം, ഈ സെറ്റപ്പൊക്കെ വേണം, അവിടെ വിളക്ക് തെളിഞ്ഞ് കാണണം, നേദ്യം വേണം, കാര്യങ്ങളൊക്കെ നടക്കണം, ദ്രവ്യം വേണം, ഭണ്ഡാരം ചാർത്തണം. പക്ഷേ അതിലും അപ്പുറം ഭഗവാൻ എന്താ വേണ്ടത്? ഭഗവാന് ഭക്തൻ്റെ ആ കറകളഞ്ഞ സ്നേഹം, ഹനുമാനെ പോലെയുള്ള ഭക്തിയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഏറ്റവും ഇഷ്ടനായി മാറിയത് ഹനുമാൻ. അപ്പം ഈ കഥയിലെ തത്വം മനസ്സിലായില്ലേ? നമ്മളെങ്ങനെ മാറണം? തുറന്ന മനസ്സോട് കൂടിയിട്ട്. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവെ പറയും ക്ഷയാത്രായതേ ഇതി ക്ഷേത്ര. അത് സംസ്കൃത ശ്ലോകത്തിൽ ഗ്രന്ഥങ്ങളിൽ പറയുന്നതാ. സർവവിധ ക്ഷയങ്ങളിൽ നിന്നും നമ്മളെ ഉയർത്താൻ, ത്രാണനം ചെയ്യാൻ കഴിവുള്ള കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. അതിനും അപ്പുറം ക്ഷേത്രം എന്ത് കേന്ദ്രങ്ങളാ? ഹൈന്ദവനെ സംബന്ധിച്ച് ആത്മീയ വിദ്യാലയങ്ങളാണ് ഓരോ ക്ഷേത്രങ്ങളും. അങ്ങനെയാണെങ്കിൽ ഇന്നിവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രതിഷ്ഠാദിന മഹോത്സവം. ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമല്ലേ? ആ ഉത്സവം വരുന്നുണ്ട് അല്ലേ? കുരുത്തോല തോരണമൊക്കെ തൂക്കി ഇത്തിരി പൂക്കളൊക്കെ അലങ്കരിച്ച് ഭഗവാന്റെ ആ ബിംബത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യ. സാധാരണ ദിവസങ്ങളിൽ വന്ന് കാണും പോലെ അല്ലല്ലോ. എന്തുകൊണ്ടാ? ഉത്സവം എന്ന് പറയുമ്പോൾ ശുദ്ധമായ മനസ്സോടുകൂടി ആ ശ്രീലകത്തിന് മുന്നിൽ വന്ന് നിന്ന് ആ പ്രതിഷ്ഠയിൽ ഇന്ന് നടത്തിയത് എന്താണെന്നറിയോ? കലശം ആടിയിട്ടുണ്ടാവും അല്ലേ? കലശം നടത്തും. അതുപോലെ പ്രത്യേക പൂജാതി കർമ്മങ്ങൾ പ്രതിഷ്ഠാ ദിനത്തിന് നടത്തും. അങ്ങനെ ഭഗവത് ചൈതന്യം ഒരു വർഷം കൊണ്ട് എന്തെങ്കിലും ലോപം വന്നിരിക്കുകയാണെങ്കിൽ ആ നഷ്ടപ്പെട്ട ലോപം തിരിച്ചെടുക്കാനാണ് കലശാടുന്നതും പ്രത്യേക പൂജകളും ഹോമങ്ങളും കഴിക്കുന്നതും. ആ നിറഞ്ഞ ചൈതന്യത്തോടു കൂടി ഇരിക്കണ ഭഗവാന്റെ ആ വിഗ്രഹത്തിന് മുന്നിൽ ചെന്ന് തൊഴുത് നമുക്ക് എന്ത് ചെയ്യാം? ശുദ്ധമായ മനസ്സ് ഉടമയായി മാറാം. ശുദ്ധമായ മനസ്സിനുടമയായിട്ട് ആ ഈശ്വര സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. അതാണ് ഉത്സവം. കൂടാതെ എന്താണെന്നറിയോ? ഭഗവാന് ഒരാൾ മാത്രം ചെല്ലുന്നതിലും ഇഷ്ടം കൂട്ടമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് അത്രേ. നിങ്ങളിവിടെ കൂട്ടപ്രാർത്ഥന നടത്താറില്ലേ? എത്ര പേരാ കൂട്ടമായി പ്രാർത്ഥിക്കാൻ വരാറുള്ളത്? ആദ്യം രാജീവ്ജി പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പുറമണ്ണൂരിൽ ഹാള് തികഞ്ഞിരുന്നില്ല, അത്രയും ആളായിരുന്നു. പിന്നീട് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി 30 വ്യാഴാഴ്ചയായിരുന്നു എല്ലാ മാസവും നടത്തിയിരുന്നത്. അപ്പോൾ എല്ലാ വ്യാഴവും ആദ്യം നടത്തി. ഇപ്പം 30 വ്യാഴാഴ്ച ഒരുങ്ങി. അത്രയും ആൾക്കാർ വന്നിരുന്നു ആദ്യമൊക്കെ. പിന്നീട് നമ്മുടെ ഭക്തി ഇങ്ങനെ കുറഞ്ഞു വരിക. മഴ പെയ്തായി ഒലിച്ചു പോയില്ലേ? അതുപോലെ എന്തിനാ വർഷാവർഷം സപ്താഹം നടത്തണേ? എല്ലാ വർഷവും ഭഗവത് കഥ കേൾക്കണേ. നമ്മൾ ഈ സപ്താഹം എന്ന് പറഞ്ഞ ഒരു വേദിയിൽ ശരിക്ക് കേട്ടാൽ നമുക്ക് ആ കഥ മനസ്സിലാവും. പിന്നെ അടുത്ത വർഷവും ഇതന്നെ പറയാം. എങ്കിലും നമ്മൾ ആ സമയത്ത് അങ്ങോട്ട് ഓടിച്ചെല്ലും. അപ്പോൾ എന്താ കാരണമെന്നോ? നമ്മുടെ മനസ്സിൽ ഇപ്പം ഇന്ന് ഈ പ്രഭാഷണമൊക്കെ കേട്ടാൽ നിങ്ങളുടെയൊക്കെ മനസ്സൊന്ന് ഉണരും, ഒന്ന് ഉഷാറാവും. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറയും.
രണ്ടാഴ്ച കഴിയുമ്പോൾ ഒന്നും കൂടിയും കുറയും. ഒരു മാസം, അങ്ങനെ 6 മാസം, ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴേക്ക് ആ ഒരു എഫക്റ്റ് അങ്ങനെ കുറഞ്ഞ് നമ്മൾ എന്തിലേക്ക് പോകുന്നോ, ഈ വിഷയാസക്തിയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം ലൗകികനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തിലാ, വിഷയങ്ങളിൽ, ഈ ലൗകിക സുഖങ്ങളിൽ അങ്ങനെ മുങ്ങി പൊങ്ങി കഴിയുക. ഇപ്പം ഇന്നിവിടെ പ്രതിഷ്ഠാദിനുണ്ട്, ഇവിടെ സമയത്ത് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം അല്ല നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. പലരും ആഗ്രഹിച്ച് വീട്ടിലിരിക്കുന്നുണ്ടാവും. ചിലർ നിങ്ങൾ തന്നെ അറിയുന്നവർ ഇപ്പോൾ ഹോസ്പിറ്റൽ വരാന്തയിൽ ഇരിക്കുന്നുണ്ടാവും, ചിലർ കോടതി വരാന്തകളിൽ ഇരിക്കുന്നുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഈ ഊരകം ഗ്രാമത്തിലെ ഇത്ര വ്യക്തികളേ ഉള്ളൂ, എത്ര ഹിന്ദു വീടുകളുണ്ട് ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച്? നമ്മളുടെ പ്രധാനപ്പെട്ട കടമ എന്താണോ, നമുക്ക് ഒരു ജന്മം കിട്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സേവിക്കേണ്ടത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ദേവരെയാണ്. നമ്മുടെ വീടിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന അമ്പലം അവിടെ കിടക്കട്ടെ എന്ന് കരുതി ഗുരുവായൂർക്കും ചോറ്റാനിക്കരയ്ക്കും ഒന്നും ഓടിയിട്ട് ഒരു കാര്യമില്ല. ഗുരുവായൂർ ചെന്നാൽ അവിടെ നിർത്തൂത്രേ, അവിടെ നിൽക്കും ഒരു 4 മണിക്കൂർ. അടുത്തുള്ള അമ്പലത്തേക്ക് നീ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഞാനവിടെ ശ്രീരാമചന്ദ്രനായിട്ട് ഇരിക്കുന്നുണ്ട്. പൂർണ്ണാവതാരങ്ങളാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും. പണ്ട് മുത്തശ്ശി എന്താ പറയുക, സന്ധ്യയാ പോയിരുന്ന് രാമനാമം ചൊല്ലൂ. വേറെ നാമം ഇല്ലാഞ്ഞിട്ടാണ്ടോ, സഹസ്രനാമം ഉണ്ട് ഭഗവാനില്ലേ, സഹസ്രനാമം ചൊല്ലാറില്ലേ? ഈ 1000 നാമങ്ങളുള്ള ഭഗവാന്റെ രാമനാമാണ് നമുക്ക് എടുത്ത് തന്നിരിക്കുന്നത് മുത്തശ്ശി. എന്തുകൊണ്ടാ? ഈ മുത്തശ്ശി പറയുന്നതൊക്കെ പഴമക്കാർ ഗ്രന്ഥങ്ങളിൽ വായിച്ചത് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ അവിടെ ചെന്നിരുന്നു കുട്ടി അപ്പ ചൊല്ലും വിളക്ക് വെച്ചിട്ട്, രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം, ഹേ ശ്രീരാമചന്ദ്ര എന്നെ രക്ഷിക്കണേ, പാഹി മാം എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിക്കൂ എന്നാണ്. പാഹി പാഹി പറഞ്ഞ രക്ഷിക്കൂ. എന്തിൽ നിന്നാണ് നമ്മളെ രക്ഷിക്കേണ്ടത്? ഈ ലൗകിക സുഖങ്ങളിൽ അങ്ങനെ മുങ്ങി എന്നിട്ട് സുഖം കിട്ടുന്നുണ്ടോ? നിങ്ങൾ തന്നെ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ അന്ന് സ്കൂളിൽ പോയിരുന്ന കാലഘട്ടം, ചെറുതാകുമ്പോൾ നമുക്കൊന്നും അങ്ങനെ അറിയില്ല, ഒരു 5 വയസ്സ് വരെ അല്ലേ. അത് കഴിഞ്ഞു, സ്കൂളിൽ കൊണ്ട് ചേർത്തു, പ്രാരാബ്ദം. ഭഗവാൻ എത്ര ദിവസം പഠിച്ച്? 64 ദിവസം കൊണ്ട് 64 കലകളും പഠിച്ചു. ഭഗവാന്റെ വിദ്യാഭ്യാസവും കഴിഞ്ഞു, സുഖമായി. നമ്മളോ വർഷങ്ങളായിട്ട് പഠിക്കാൻ അങ്ങനെ പോകുമ്പോൾ കുട്ടിക്ക് വല്ല സ്വരം ഉണ്ടോ ഇല്ലേ? പഠിക്കടാ ഇത് മാത്രം കേൾക്കുക. കുട്ടി പറയും ഈ പഠനം ഒന്നാണ് തീർന്ന് കിട്ടിയാൽ മതി, സ്വരവും സമാധാനവും ഇല്ല. അത് കഴിഞ്ഞു ഇനി ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണം, സാമ്പത്തിക പ്രശ്നം, ലോണ്, അച്ഛന് കടം, അപ്പോഴേക്ക് അറ്റാക്ക്, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ കൊറോണ കഴിഞ്ഞപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞു, എന്ത് ചെയ്യുന്നു? ജോലിയിൽ പ്രവേശിച്ചു. പല ജോലിക്കും ലക്ഷങ്ങൾ ചോദിക്കും. അപ്പോൾ പിന്നെ ആ പ്രാരാബ്ധമായി. എങ്ങനെയൊക്കെ ആലോചിച്ചാലും നമുക്ക് ഒരു സുഖവും സമാധാനവും ഇല്ല. ഉണ്ടോ? ഇനിയിപ്പോൾ ഈ സമാധാനം കിട്ടാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? അതിനാണ് നിങ്ങൾ ഈ ഭഗവത് സേവ കഴിക്കുന്നത്. കുടുംബത്തിൽ ക്ഷേമം, ഐശ്വര്യം, മനഃശാന്തി എന്നിവ കിട്ടണോ? ഭഗവത് സേവ കഴിക്കണം. ഭഗവത് സേവ വഴിപാട് മാത്രം കഴിച്ചാൽ പോരാ. ആ സമയത്ത് നമ്മളവിടെ വന്ന് ഭഗവാനെ തൊഴുത് മനസ്സുരുകി പ്രാർത്ഥിക്കണം. ഭട്ടാനം ചാർത്തുന്നതിനേക്കാൾ കൂടുതൽ ഭഗവാൻ എന്താ വേണ്ടത്? നമ്മളുടെ ഈ മനസ്സാകുന്ന താമരപ്പൂ ഭഗവാൻ അങ്ങോട്ട് വെച്ചു കൊടുക്കണം. നിങ്ങൾ അർച്ചന കഴിക്കാറില്ലേ? ഇവിടെ വിളക്കർച്ചന ചെയ്യാറില്ലേ? സഹസ്രനാമം വെച്ചാണോ അതോ അഷ്ടോത്തരാണോ? സഹസ്രനാമം തന്നെ, ലളിതാ സഹസ്രനാമം, നാമാവലി ഏറ്റവും നല്ലതാ. നിങ്ങളുടെ ശ്രീരാമചന്ദ്രനോട് ചേർന്ന് തന്നെ മുന്നിലാരാ? കൈകൂപ്പി ഹനുമാൻ സ്വാമി, അപ്പുറത്ത് തന്നെ ദുർഗ. ഇതാണ് വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം ശ്രീരാമചന്ദ്ര സ്വാമി ധർമ്മത്തിലൂന്നി നിൽക്കുക. ധർമ്മത്തിനെ കുറിച്ച്, സത്യത്തിനെ കുറിച്ച് നമ്മളോട് ഇത്രയും പറയുന്ന ഒരു അവതാരം അത് ശ്രീരാമനാണ്. ഈ ശ്രീരാമചന്ദ്രസ്വാമി ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മോട് കുടുംബജീവിതം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെ വേണം? ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം നോക്കൂ. പിതൃഭക്തി അല്ലേ? അച്ഛന് വേണ്ടി, ദശരഥ മഹാരാജാവിന് വേണ്ടിയാണ് ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചത്. ത്യജിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന അവതാരമാണ് ശ്രീരാമചന്ദ്രൻ. എന്തൊക്കെ ത്യജിച്ചു നോക്കൂ. ജനിച്ച് കുറച്ച് കഴിഞ്ഞു, കുട്ടികളായിരുന്നു, അപ്പോഴേക്കേ വന്ന് ആര് കൊണ്ടുപോയി? അച്ഛൻ്റെ കൂടെ ഒന്നും താമസിക്കേണ്ട, കടലിലേക്ക് വരൂ എന്ന് പറഞ്ഞു കൊണ്ടുപോയില്ലേ. അവിടെ എത്തിയപ്പോഴേക്കേ താടകയൊക്കെ വധിച്ചു. ആദ്യം തന്നെ കൊല്ലണത് ലേഡീസ് ഫസ്റ്റ്, താടകേനെയാണ് അത്ര. പിന്നെ എന്താ ഉണ്ടായത്? അവിടുന്ന് എല്ലാ ഉപദേശവും കൊടുത്ത് തിരിച്ചു വരും വഴിക്ക് കല്യാണവും കഴിച്ചു ഇല്ലേ. കല്യാണം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നു നോക്കിയപ്പോഴും 6 മാസം താമസിച്ചപ്പോഴേക്ക് അമ്മ പറഞ്ഞു, എന്താ എൻ്റെ മകന് രാജ്യം വേണം.
അതിനെന്തായി? കുശുമ്പായി, പോരായി. അപ്പോഴേക്കും അവിടെ ഒരു മന്ദര വന്നു. ഇതൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലും കാണാം. എന്നിട്ട് എന്ത് പറഞ്ഞു? എൻ്റെ മോനായ ഭരതനെ അഭിഷേകം ചെയ്യണം. ഭഗവാൻ അതറിഞ്ഞപ്പോൾ സന്തോഷിച്ചു അത്രേ. നമ്മളാണെങ്കിലോ നമ്മുടെ വീട്ടിലെ ഒരു ഭാഗം അങ്ങോട്ട് വെക്കുകയാണ്. ആർക്കാ കൂടുതൽ കൊടുക്കേണ്ട? ചെറിയ കുട്ടിക്കാ വീട്, നല്ല വീടാണ്. അപ്പോൾ മൂത്ത മകന് തോന്നുക, ഓ ഞാനല്ലേ ഇതിന് പകുതി പണി ചെയ്ത് എനിക്ക് കിട്ടണം. അവിടെ സ്പർദ്ധയായില്ലേ? ഇവിടെ എന്താ പറയുന്നത്? സന്തോഷത്തോടു കൂടി കരുണാമയനായ ശ്രീരാമചന്ദ്രൻ നിങ്ങൾ എടുത്തോ, എനിക്ക് വേണ്ട. അമ്മയോട് എന്താ പറഞ്ഞേ? അമ്മയാണ് എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ശരിക്കും ദുഷ്ടയാണ് എന്ന് നമ്മളാണെങ്കിൽ വിചാരിക്കുക. കാരണം എനിക്ക് ഈ മുൾക്കിരീടമായ രാജ്യഭാരം തരാതെ എന്ത് ചെയ്തു? എനിക്ക് കാനനവാസം, കല്യാണം കഴിഞ്ഞ 6 മാസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ ആഗ്രഹിക്കുക? ഒരു ഹണിമൂണ് പോകണം അല്ലേ? ഒരുപാട് ട്രിപ്പുകൾ പോകുന്നുണ്ട് ഇപ്പോഴത്തെ തലമുറ. അവരെ എങ്ങടാ പോയി? ഇപ്പോഴും നമ്മുടെ കുട്ടികളും കാടും മേടും ഒക്കെ തേടി തന്നെയാണ് പോണത്. ഇവരും എങ്ങോട്ടാ പോയത്? വനവാസത്തിന് പോയിക്കോളൂ. ആരെയും കൂടെ കൊണ്ടുപോയിക്കോളൂ? സീതാദേവിയെയും കൊണ്ടുപോയിക്കോളൂ. ഭാര്യയും ഭർത്താവും കൂടി. ഇനി പേടിക്ക് ആരെ കൊണ്ടുപോവാ? ലക്ഷ്മണനെയും കൊടുത്തു. ലക്ഷ്മണനും കൂടെ പോയി. ഇത് എങ്ങനെയല്ലേ പോകുന്നത്? ഇതിലും വലിയൊരു സന്തോഷം എന്താ? ഇപ്പോൾ രാജ്യഭാരം മന്ത്രി കസേരയിലിരുന്ന വല്ല സമാധാനം ഉണ്ടോ? ഇപ്പോൾ ഓരോ പൊസിഷനിൽ ഇരിക്കുന്നവരോട് ചോദിക്കണം അവരുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ. യാതൊരുവിധ പ്രാരാബ്ധവും ഇല്ലാതെ ഈശ്വര കഥകൾ അങ്ങനെ കേട്ട് സന്തോഷത്തോടു കൂടി ഒരു ക്ഷേത്രാങ്കണത്തിൽ വന്നിരിക്കുക. ഇനി സമാധാനപരമായിട്ട് ശ്രീരാമചന്ദ്രൻ നമുക്ക് കാണിച്ചു തരികയാണ്. കരുണാമയനായിരിക്കണം, കരുണാമൂർത്തിയാണ് ശ്രീരാമചന്ദ്രൻ. എല്ലാം ത്യജിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേസമയം എന്താ പറഞ്ഞത്? അച്ഛനെ ബഹുമാനിക്കണം. അച്ഛൻ പറഞ്ഞതനുസരിച്ചു. അച്ഛൻ്റെ വാക്ക് സത്യമല്ലാതെ ആവുമെന്ന് പറയാ. ലക്ഷ്മണൻ പറയാണ്, ഇപ്പം വേണമെങ്കിൽ അച്ഛനെ പിടിച്ചു കെട്ടി രാജ്യം തരാം, പക്ഷെ വേണ്ട. എന്ത്? അച്ഛൻ്റെ വാക്ക് സത്യമാക്കണം, അത് ലംഘിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് പറഞ്ഞയച്ചു? കാട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു. ഇവിടെ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? എന്തെല്ലാം നമുക്ക് ജീവിതത്തിൽ കിട്ടിയാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം? വളരെ ഊർജത്തോടു കൂടിയിട്ട്. രാമകഥ നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മനോബലം, സ്ട്രെങ്ത് വർദ്ധിക്കും. ഇപ്പം ഈയിടെ ഹോസ്പിറ്റലൈസ് ആയപ്പോൾ മോൾ എന്നോട് ചോദിച്ചു, അമ്മ എങ്ങനെയാ ഇത്ര ബോൾഡായിട്ട് നിൽക്കണേ? എന്തുകൊണ്ടാ? ഗ്രന്ഥങ്ങൾ തന്നെയാണ് ആ ശക്തി. നമ്മളുടെ കുടുംബത്തിലെ നാഥൻ തളരുന്നു എന്ന് കാണുമ്പോൾ ആരായാലും ഒരു സാധാരണ സ്ത്രീ തളർന്നു വീണു പോവും ഇല്ലേ? പക്ഷേ നമ്മൾ പൊട്ടിപ്പോവാതിരിക്കാൻ ആത്മബലം തരുന്നത് ആരാ? അതാ ഈശ്വര കഥകളുടെ ശക്തിയാണ്, മനോബലം. രാമകഥ നമ്മളെ പഠിപ്പിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കൂടി ഭഗവാനെ ചിരിക്കാൻ പഠിപ്പിച്ചു. സദാ ചിരിച്ചോണ്ട് നിൽക്കുന്ന 2 അവതാരങ്ങളാ ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും. കൃഷ്ണൻ യുദ്ധഭൂമിയിൽ ചിരിച്ചോണ്ട് നിന്നിട്ട്, യുദ്ധം ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ചിരിക്കാൻ പറ്റുമോ? ഭഗവാൻ ചിരിച്ചോണ്ട് നിന്നിട്ടാണ് അത്രേ യുദ്ധം ചെയ്തത്. സദാ ചിരിക്കുക. ഏത് സമയത്താ, ഏതൊരു ഫോട്ടോയിലാ ഭഗവാൻ ചിരിക്കുന്നു കാണാത്ത? അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനും എന്തെല്ലാം പരീക്ഷണങ്ങളായിരുന്നു ജനിച്ചിട്ട്. കൃഷ്ണൻ അനുഭവിച്ച അത്ര പരീക്ഷണങ്ങൾ നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല. ഭഗവാൻ 10 അവതാരം എടുത്തു, ഇവിടെ അവതരിച്ചു എന്ന് പറയുന്നു. ജനിക്കുന്നില്ല, മരിക്കുന്നില്ല, സ്വർഗാരോഹണം ചെയ്യുന്നു. പക്ഷേ മനുഷ്യ ശരീരം എടുത്ത് ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ എന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നപ്പം ഈ ശരീരം ഇത്രയും പോകുന്നത്? നമ്മുടെ ആയുസ് എങ്ങനെയാ ഇങ്ങനെ കുറഞ്ഞു പോയത്? എപ്പോഴാണ് ഇത്രയൊക്കെ ജീവിച്ചത്? ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് എന്നാ 50 വയസ്സായേ, ഒന്നും ചെയ്തില്ലാലോ. ചിലർ പറയും കുട്ടികളൊക്കെ ഇത്ര വേഗം മുതിർന്നു, നമ്മളുടെയൊക്കെ സമയം കഴിഞ്ഞു. അച്ഛനും അമ്മയും അധ്വാനിച്ചിട്ട് അവരുടെ യൗവനം മക്കൾക്ക് അങ്ങോട്ട് കൊടുക്കുക ചെയ്യുന്നത് അല്ലേ? നമ്മുടെ യൗവനം അവർക്ക് പകർന്നു നൽകുക. നമ്മൾ വയസ്സാവുമ്പോഴാണ് എന്തിനെക്കുറിച്ച് ചിന്തിക്കുക? ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോഴേക്കും ഇങ്ങനെ ഇരിക്കാൻ വയ്യ. അർച്ചനയ്ക്ക് എല്ലാവരും വന്നു. അതെ, പൂവും വിളക്കും ഇവിടെ തന്നെയാണ് ചെയ്യാറ്. വിളക്കും പൂവൊക്കെ ആയി, ചന്ദനത്തിരി എല്ലാം ആയി വന്നു. എന്നാൽ അവിടെ ചമണം പണിഞ്ഞേണ്ടി ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ, അയ്യോ അത് മാത്രം വയ്യ, ഒരു സ്റ്റൂളും കസേരയൊക്കെ കൊണ്ടുകൂട്ടോ എന്ന് പറയൂലേ? പ്രായം നമ്മുടെ ശരീരം നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാതെ ഉണ്ട്. നമ്മുടെ ശരീരം പോലും നമ്മൾ പറഞ്ഞത് കേൾക്കണില്ല, പിന്നെയാണോ മറ്റുള്ളവരെ? അങ്ങനെയാണ് ചിന്തിച്ചാൽ മതി. ഇങ്ങനെ ജനിച്ചതേ കൃഷ്ണൻ എവിടെയാ? കാരാഗ്രഹത്തിലാണ്. 2 കാരാഗ്രഹം. ഒന്ന് അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ ചുരുണ്ട് മടങ്ങിയില്ലേ, ലൈറ്റും വെളിച്ചൊന്നുമില്ല, എരുമ്പുളിയും കൂട്ടി ആകെ കൂടെ എരിഞ്ഞ് നിറിയിട്ട് വയ്യ. മറ്റൊന്ന് കംസൻ്റെ കാരാഗ്രഹം. ശ്രീരാമചന്ദ്രനും ജനിച്ചു വീണു എന്നല്ലാതെ കാനനവാസായിരുന്നില്ലേ? എന്തെല്ലാം അപരാധങ്ങൾ കേട്ടു ശ്രീകൃഷ്ണൻ അല്ലേ? സമന്തകമണി മോഷ്ടിച്ചു, കള്ളനാ പറഞ്ഞു. നമ്മളും എന്താ പറയണേ? വെണ്ണ കള്ളല്ലേ, കള്ള കൃഷ്ണനാന്നല്ലേ പറയാ. ശരിക്കും എന്താ അങ്ങനെ പറയാൻ കാരണം? കംസൻ
നികുതി ചുമത്തിയിത്രേ. ഈ ഗോപബാലന്മാര് പശുവിനെ നോക്കി കറന്നെടുത്ത് ആ വെണ്ണ കൊണ്ടുപോയി വിറ്റിട്ട് വേണം വലിയ നികുതി അടയ്ക്കാൻ. വെണ്ണ വിറ്റാലല്ലേ നിങ്ങൾ നികുതി അടയ്ക്കൂ. കൃഷ്ണൻ അതൊക്കെ കഴിക്കൂ. കാക്കയ്ക്കും പൂച്ചയ്ക്കും അണ്ണാനും എല്ലാം കൊടുത്തു. ഗോപികമാർക്ക് ദേഷ്യമായി. പക്ഷെ കൃഷ്ണനെ എന്ത് ഇഷ്ടമായിരുന്നു അവർക്ക്. കണ്ണാ വിളിച്ചിട്ട് ആ വടി ഇങ്ങോട്ട് എടുക്കൂത്രേ. പക്ഷെ ആ ചുണ്ട് പിളർത്തി ഇങ്ങോട്ട് നിൽക്കുമ്പോൾ കോമള ചുണ്ടു പിളർത്തി നിന്നിടുമ്പോൾ ഓമനിച്ചിടുവാൻ തോന്നുമത്രേ. അയ്യോ തല്ലല്ലേ പറഞ്ഞിട്ട് ചുണ്ട് വളർത്തി കരയുമ്പോൾ ആ വടി വലിച്ചെറിഞ്ഞിട്ട് യശോദാമ്മയും ഗോപികുമാരും വാരിയെടുത്തു ഉണ്ണിക്കണ്ണനെ എന്ന് പറയുക. ഇങ്ങനെ നമ്മളോട് ചിരിച്ചുകൊണ്ട് മനോബലത്തോടുകൂടി നിങ്ങൾ ജീവിക്കണം എന്ന സന്ദേശമാണ് രാമചന്ദ്രസ്വാമിയും കൃഷ്ണനും നമുക്ക് തരുന്നത്. ഈ സന്ദേശമാണ് മനസ്സിലാക്കേണ്ടത്. ഇനി സ്വന്തം ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തെല്ലാം പ്രശ്നങ്ങളാ അല്ലേ. വീട്ടിൽ ചെന്നാ തുടങ്ങി ടീച്ചറേ എന്ന് പറയും ചിലര്. ഇവിടുന്ന് ഇതൊക്കെ കേട്ടു, ഇന്ന് എന്തായാലും സഹസ്രനാമം ചൊല്ലും എന്നൊക്കെ തീരുമാനിച്ചു. എന്നിട്ട് എന്തേ ചൊല്ലിയോ എന്ന് ചോദിച്ചാൽ സാധിച്ചില്ല. എന്തേ? പ്രാരാബ്ദം അല്ലേ. ആനയുടെ ശരീരം പോലെ ഗൃഹാന്തകൂപേ പതിതു യഥാ പശു. അതുകൊണ്ടാണ് ഇവിടെ ഭഗവത് സേവയ്ക്ക് എത്താത്തത്, അർച്ചനയ്ക്ക് എത്താത്തത്. അത് സ്വയം നമുക്ക് മനസ്സിലാക്കി തരാൻ ഭഗവാന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആചാര്യനിലൂടെ കഴിഞ്ഞാൽ, നിങ്ങൾ എന്തും വലിച്ചെറിയും ആ സമയമായി കഴിഞ്ഞാൽ. ഗോപികമാര് കമ്മലിടാൻ തുടങ്ങുമ്പോഴാണത്രേ വേണുഗാനം കേൾക്കുന്നത്. കമ്മൽ കാതിൽ തൂക്കേണ്ടത് എവിടെ തൂക്കി? കയ്യിൻ്റെ മുകളിൽ തൂക്കി ഇത്രേ. ഇപ്പോൾ കുട്ടികൾ അങ്ങനത്തെയൊക്കെ മോതിരിട്ട് നടക്കുന്നില്ലേ? കാലുമ തൂക്കേണ്ട കൊലുസെടുത്തിട്ട് കാതിൽ തൂക്കി ഇത്രേ. അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇപ്പോൾ കലികാലത്തിലെല്ലാം വിപരീതം സംഭവിക്കുന്ന. ഇവിടെയെല്ലാം എന്തെല്ലാം നടക്കുന്നു. അയോധ്യാക്ഷേത്രത്തിനെ കുറിച്ച് തന്നെ എന്തെല്ലാം പുരാതികൾ കേൾക്കുന്നു ഇല്ലേ. ഹിന്ദുവിൻ്റെ ഭണ്ഡാരത്തിൽ കൈയിട്ട് വാരാനാണ് എല്ലാവർക്കും താല്പര്യം. മറ്റുള്ളവരെ ഒന്ന് നോക്കൂ, ഒരു പ്രശ്നവുമില്ല. നമ്മളാരും അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. പക്ഷേ നമുക്ക് എന്തേ വേണ്ടൂ? കുറേ ജന്മങ്ങൾ ചെറിയ ചെറിയ ഈച്ചയായി പൂച്ചയായി പഴുതാരയായി നമുക്ക് ജന്മം കിട്ടിയിട്ട് സുഹൃതം അത്രയും എത്തുമ്പോഴാണ് അത്രയും മനുഷ്യജന്മം കിട്ടുക. മനുഷ്യജന്മം കിട്ടിയിട്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ പഠനം, ജോലി, വിവാഹം, പ്രാരബ്ധം, ഗൃഹസ്ഥാശ്രമം, അത് കഴിഞ്ഞ വാനപ്രസ്ഥമില്ല, സന്യാസമില്ല, അങ്ങനെ പോവാതെ ജീവിതത്തിൽ ഇപ്പോൾ റിട്ടയർമെൻ്റ് ആയിട്ടാണെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയിൽ അംഗമാവുക, ആ ക്ഷേത്രത്തിലെ മാതൃസമിതിയിൽ ഒരു അംഗമാവുക, ആ ക്ഷേത്രത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കൈ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ, ഈ കൈ എന്തിനാ കിട്ടിയത്? നിൻ പൂജ ചെയ്യാത്ത കയ്യെന്തിനാ കണ്ണാ, കയ്യെന്തിനാ കണ്ണാ, കയ്യെന്തിനാ. ഞാൻ കുറേ ജോലി ചെയ്യുന്നുണ്ട് വീട്ടിൽ, എൻ്റെ പ്രാരാബ്ദം, അത് നമ്മളെ കടമയാണ്. നമ്മൾ കാരണം ഭൂമിയിലേക്ക് വന്നവരാണ് നമ്മുടെ മക്കള്. നമ്മൾ വരാൻ വേണ്ടി കാരണക്കാരായവരാണ്, ഈ ശരീരം തന്നവരാണ് നമ്മുടെ മാതാപിതാക്കളെ. അത് നമ്മുടെ കടമയാണ്, വീട്ടിലെ ജോലികൾ. പക്ഷേ അവിടെ നിന്ന് ആ പുറന്തോട് പൊട്ടിച്ച് നിങ്ങളൊരു ക്ഷേത്രാങ്കണത്തിലേക്ക് കയറി വന്ന് ഞാനും കൂടാം, ഇത്തിരി പണി ഞാനും അടുക്കളയിൽ ചെയ്യട്ടെ, അതാണ് സേവനം. ആ രാമചന്ദ്രസ്വാമിയുടെ കാൽച്ചുവട്ടിലിരിക്കുന്ന, നിങ്ങളുടെ ആ മുഖമണ്ഡപത്തിലിരിക്കുന്ന ഹനുമാൻ സ്വാമിയെ പോലെ സേവന മനോഭാവം ഉണ്ടാവുക. ഹനുമാൻ സ്വാമി അതാ കാണിച്ചു തരുന്നത്. ആ ഒരു സേവ അവിടെ എഴുതപ്പെടുന്ന. വീട്ടിൽ ഞാൻ പലതും ചെയ്തു, അതൊക്കെ നമ്മുടെ കടമയാണ്, ചെയ്തോളണം. പക്ഷേ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് ഒന്നും ചെയ്യാൻ ആരും പറഞ്ഞില്ലെങ്കിലും ഇവിടെ നിന്ന് വൃത്തിയാക്കട്ടെ, ഇപ്പോൾ ഇത് എൻ്റെ ക്ഷേത്രമാണ് എന്ന് കരുതി നിങ്ങളത് ചെയ്യുമ്പോൾ ഒരു പുല്ല് ആ പ്രദക്ഷിണ വഴിയിൽ നിന്ന് പറിച്ച് മാറ്റിയിടുമ്പോൾ അതവിടെ എഴുതപ്പെടും. അപ്പോൾ അതിനൊരു അവസരം ഇല്ലാത്തവരുണ്ട്. എന്നോട് പറയും ചിലർ, ടീച്ചറെ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ നടക്കണം അമ്പലത്തേക്ക്, ഒരു രക്ഷയില്ല, പോവാൻ പറ്റാറില്ല. നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഒന്ന് ഓടി വരാൻ മണിക്കൂറിനുള്ളിൽ എത്താൻ പറ്റുന്നവരല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ വളരെ കാര്യമായിട്ട് രാജീവ്ജി പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങളത് ചെയ്യുന്നുണ്ടല്ലോ, അത് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് തന്ന ഉപദേശ. എന്താ? 30 വ്യാഴാഴ്ച ദിവസങ്ങളിൽ, എന്താ 30 എന്ന് പറഞ്ഞാൽ മുൻപിൽപ്പെട്ട വ്യാഴാഴ്ച, അതിനാണ് 30 വ്യാഴം. അതായത് മലയാളം മാസത്തിലെ ആദ്യത്തെ വ്യാഴം. അപ്പോൾ ആ ദിവസം എന്ത് ചെയ്യാം? എന്ത് ത്യജിച്ചു നമ്മൾ എവിടെ വരണം? ആ ക്ഷേത്രാങ്കണത്തിൽ വരണം. ഇവിടെ വന്നു കഴിയുമ്പോൾ ഭഗവത് സേവ, നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം ഭഗവത് സേവയാണ്. ഭഗവാൻ അതാ ഇഷ്ടം. സേവന മനോഭാവത്തോടു കൂടി വേദം പറയുന്നത് പുല്ലിലും എളിയവനാണ് എൻ്റെ ഭക്തൻ എന്നാ. അപ്പോൾ ആ വിനയ മനോഭാവത്തോടു കൂടി ഹനുമാൻ സ്വാമി നിൽക്കുന്നത് കണ്ടില്ലേ? തൊഴുതുകൊണ്ട് ശ്രീരാമചന്ദ്ര അങ്ങ് മാത്രം മതി, അങ്ങയുടെ നാമമാണ് എൻ്റെ ശക്തി എന്ന് പറഞ്ഞിട്ട് ആ ഭാവത്തോടു കൂടി നിങ്ങൾ അർച്ചനയിൽ പങ്കെടുക്കുക. അർച്ചന ചെയ്യുമ്പോഴോ
ആ ഇലയിൽ നിന്ന് ഒരു പൂവെടുത്ത് ഈ ഹൃൽ പത്മത്തിൽ, നമ്മുടെ ഈ ഇവിടെ ഒരു ഹൃദയം ഉണ്ടല്ലോ, അത് താമരയോ ആണെന്ന് വിചാരിക്കുക. ഈ ഹൃദയം തന്നെയാണ് ഭഗവാനെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നത്. ഇവിടെ ദുർഗാദേവിയല്ലേ, ദുർഗയാണ് ആ വിളക്ക് എന്ന് സങ്കല്പിച്ച് ആ മനസ്സാകുന്ന താമരപ്പൂവ് അങ്ങനെ മലർത്തി, കൈ ഇങ്ങനെ വലിച്ചെറിയരുത്, പൂക്കൾ അങ്ങനെ മലർത്തി ആ പാദങ്ങളിലേക്ക്, വിളക്കിൻ്റെ പാദങ്ങളിലേക്ക് ഓം ശ്രീമാത്രേ നമഃ എന്നും പറഞ്ഞങ്ങോട്ട് അർച്ചിക്കുമ്പോൾ ആ അർച്ചിക്കുന്ന പൂക്കൾ എവിടെയാ വീഴുന്നതെന്നറിയോ? ഭഗവതിയുടെ പാതാരവിന്ദങ്ങളിലാണ്. ചിലർ പറയും ഞാൻ ഭഗവതിയുടെ ഭക്തനല്ല, എനിക്ക് വിഷ്ണു രാമചന്ദ്രനെ മതി. അപ്പോൾ ആ പൂക്കൾ എവിടെ പോയി വീഴും? ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാൽപാദങ്ങളിൽ വീഴും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ചെയ്യുന്നതൊന്നും ചെറിയ കാര്യങ്ങളല്ല. കാരണം നമ്മളെ ഇപ്പോൾ ദീപാരാധനയ്ക്ക് നിങ്ങളിവിടെ വന്നു, നല്ല ഇരുട്ടല്ലേ, ആരും വന്നില്ലെങ്കിൽ. അത്രയും ഇരുട്ടിൽ തിരുമേനി അവിടെ ഒരു ദീപം അങ്ങോട്ട് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ ആ വലിയ ഇരുട്ടിനെ അകറ്റാൻ ഒരു ചെറിയ ദീപത്തിന് കഴിയുന്നില്ലേ? അതുപോലെയാണ് നമ്മളുടെ ഓരോ ചെറിയ ചെറിയ സൽക്കർമ്മങ്ങളും, അതിന് വലിയ ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുക. സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ ക്ഷേത്രത്തിൽ വരുന്നത് സൽക്കർമ്മമാണ്. ഇവിടെ വന്ന് എന്തെല്ലാം സേവനം നിങ്ങൾ ചെയ്യുന്നോ അതെല്ലാം സൽക്കർമ്മമാണ്. ഒരേ സമയം ധർമ്മത്തിനെ കുറിച്ച് ശ്രീരാമചന്ദ്രസ്വാമി പറയുമ്പോൾ ഹനുമാൻ ഇപ്പുറത്ത് നിന്ന് സേവനത്തെക്കുറിച്ച്, കറകളഞ്ഞ ഭക്തിയെക്കുറിച്ച് പറയാം. ഇനി അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാലോ അവിടെ ആരാ? ദുർഗാദേവിയായിരിക്കുന്നത്. ദുർഗയുടെ പ്രത്യേകത എന്താ? ദുർഗാണി താരയതി ഇതി ദുർഗ. ദുർഗാണി പറഞ്ഞാൽ ഈ ദുർഘടങ്ങളെല്ലാം തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നവളാണ് ദുർഗ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം, അറിഞ്ഞ് ആരാധിക്കണം. അവിടെ ചെന്ന് നിന്ന് തൊഴുമ്പോൾ എന്താ പ്രാർത്ഥിക്കാറ്? പലതും പ്രാർത്ഥിക്കൂല്ലേ? എത്രേ പ്രാർത്ഥിക്കണ്ടുള്ളൂ എന്നോ? അമ്മേ എനിക്ക് സച്ചിന്ത ഉണ്ടാക്കി തരേണമേ, നല്ല ചിന്ത, നല്ല മനസ്സ്, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ബുദ്ധി അത് തന്നാൽ മതിയെന്ന. ഇവിടെ വന്ന് എല്ലാ ഭഗവത് സേവകളിലും പങ്കെടുത്ത, എല്ലാ അർച്ചനകളിലും പങ്കെടുത്ത നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച വീട്ടിലാവില്ല, മാനസികമായിട്ടുണ്ടായിട്ടുണ്ടാവും ഇല്ലേ? അനുഭവമില്ലേ നിങ്ങൾക്ക്? എത്ര വർഷമായി നിങ്ങളിതിവിടെ തുടങ്ങിയിട്ട്? ഒരു 4-5 വർഷമൊക്കെ ആയില്ലേ? ഇല്ല, ആയിക്കോട്ടെ, എത്രയായാലും ഒരു തവണയെങ്കിലും അങ്ങനെ വന്ന് ഒരു കൂട്ടപ്രാർത്ഥന. എന്താ കൂട്ടപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? കൂട്ടമായി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അവിടെ ഇരിക്കപ്പുറതി ഉണ്ടാവില്ല അത്രേ. പക്ഷെ ഭഗവാൻ ദാസനാണ്, ഭക്തന്റെ ദാസനാണ് ഭഗവാനെ. പാതാളത്തിൽ ഇപ്പോഴും മഹാബലിക്ക് കാവൽ നിൽക്കുകയാണ് കൃഷ്ണൻ എന്നാ പറയണേ. എന്താ കാരണം? ഭഗവാൻ നമ്മളെന്താ പറയുക, ചവിട്ടി അങ്ങോട്ട് താഴ്ത്തിന്ന് സുതലത്തിലേക്ക്, അത് സ്വർഗ, ദേവേന്ദ്രന്റെ സ്വർഗം പോലെ അവിടെ വാണോളൂ മഹാബലി, ബലിയെ മഹാബലിയായി ഉയർത്താ ഭഗവാൻ ചെയ്തത്, അല്ല താഴ്ത്തല്ല ചെയ്തത്. ഭക്തിയാണ്. അവസാനം ഭക്തിമൂത്ത മഹാബലിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു അത്രേ. ആ തല താഴ്ത്താൻ നമ്മൾ തയ്യാറാവില്ലല്ലോ. പ്രകൃതിയിലേക്ക് നോക്കൂ, ഓരോ മാവും പൂത്ത് കായ വരുമ്പോൾ അതിൻ്റെ ചില്ല താണാ വരിക, മാങ്ങ ഉണ്ടാകുമ്പോൾ അല്ലേ? ചക്ക നോക്കൂ, ചെറുതാകുമ്പോൾ ഉയർന്നാലും പിന്നീട് താഴ്ന്നാണ് വരും. ഈ ഫലം കൂടുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളുടെ എല്ലാം പോക്കറ്റ് നിറയുമ്പോൾ, ഭക്തി വർദ്ധിക്കുമ്പോൾ വിനയം കൂടണം. താഴ്മ താൻ അഭ്യുന്നതി എന്ന പാഠം പ്രകൃതി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ അമ്മയും അത് തന്നെയാണ് പറയുന്നത്. നീ എൻ്റെ മുന്നിൽ ഇവിടെ വന്ന് നിന്ന് പലതും പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയെ കുറിച്ചിട്ട് ഒരു കഥയുണ്ട്. ഇങ്ങനെ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ മഹാത്മാക്കൾ വന്നിരിക്കും. ഇപ്പോൾ രാജീവ്ജി അവിടെ അങ്ങനെ വന്നിരിക്കുന്നില്ലേ? ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. നിങ്ങളോട് ഇതിൻ്റെ ബാക്കി പറയും അടുത്ത മീറ്റിങ്ങിൽ. അപ്പോൾ എന്നിട്ട് മഹാത്മാക്കളെല്ലാം ശ്രദ്ധിക്കും. ഒക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ടേ നമ്മളോട് പിന്നീട് ഉപദേശങ്ങൾ തരും. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നിലും അവർക്ക് ദോഷം കാണാൻ കഴിയില്ല. സാധാരണക്കാരൻ്റെ പ്രത്യേകത അവർ ദോഷേകതൃക്കാവും, ദോഷം മാത്രമേ അവർ കാണൂ. ഒരു നല്ല മുണ്ട് ചുറ്റി വന്നാൽ അതിലൊരു ശകലം കുങ്കുമായിട്ടുണ്ടെങ്കിൽ അയ്യോ കുങ്കുമായല്ലോ, ബാക്കിയുള്ള വെള്ളം എന്നും ഒരു കള്ള ചോപ്പേ കാണുള്ളൂ. അതുപോലെയാണ് സാധാരണക്കാരൻ. ഒരു മഹാത്മാവ് വലിയൊരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം വരുന്നവരെയും പോകുന്നവരെയൊക്കെ ശ്രദ്ധിക്കും. ബ്രഹ്മമുഹൂർത്തത്തിൽ 3 മണിക്ക് 3:30 എഴുന്നേറ്റ് അദ്ദേഹം സന്ധ്യാവന്തനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആണ് അവിടെ ഇരിക്കുന്നുണ്ടാവുക. അന്നദാനമുണ്ട്, അതും കഴിച്ചാൽ മതിലിൻ്റെ പുറത്ത് അങ്ങനെ കയറിയിരിക്കും. ആ സമയത്ത് വർഷങ്ങളായിട്ട് ഒരു ഭക്തൻ ഇങ്ങനെ വരുന്നുണ്ട്. അദ്ദേഹം നല്ല ഭക്തനാണ്, നല്ല ഭക്തിയുണ്ട്. രാവിലെ എഴുന്നേറ്റ് നേരത്തെ എന്ത് ചെയ്യുന്നു? കുളി കഴിഞ്ഞ് സഹസ്രനാമം ചൊല്ലും, വിളക്ക് വെച്ചിട്ട് ലളിതാ സഹസ്രനാമം തന്നെ ചൊല്ലും. അതിനൊരു ഉദ്ദേശം ഉണ്ട് കേട്ടോ. എന്നിട്ട് ക്ഷേത്രത്തിലേക്ക് വരും. ക്ഷേത്രത്തിൽ വന്നിട്ട് ആ ദുർഗയുടെ മുന്നിൽ അങ്ങോട്ട് നിന്നിട്ട്, വലിയൊരു ദേവീ ക്ഷേത്രം, അവിടെ നിന്നിട്ട് ആദ്യം ഒക്കെ പ്രാർത്ഥിക്കും. ഓം ശിവായ നമഃ, ഓം ശിവശക്തി നമഃ, ഓം സിന്ദൂരാരണ വിഗ്രഹായ നമഃ, അവസാനം ഓം ശ്രീ ലളിതാംബികായ നമഃ എന്നൊക്കെ പറഞ്ഞിട്ട് 10-12 നാമം അങ്ങോട്ട് ചൊല്ലും. സർവമംഗളമംഗല്യേ അതൊക്കെ ചൊല്ലും. എന്നിട്ട് എന്താ അവസാനം പ്രാർത്ഥിക്കുക?
പ്രാർത്ഥിക്കാന്നറിയോ? അമ്മേ എനിക്ക് ഒരുപാട് സമ്പത്ത് തരണേ. തൊഴുത് നമസ്കരിച്ചു, 4 മുട്ടാണ് തല. അവിടെ നീട്ടു, പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു, ഉപ്പര് പോയി. ഇങ്ങനെ ഒരുപാട് കാലം ഭഗവതി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അതങ്ങോട്ട് തരുന്ന. കുറേ കാലം അങ്ങനെ നേരത്തെ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? ബ്രാഹ്മമുഹൂർത്തമായ എഴുന്നേറ്റു, അരമണിക്കൂർ വേണ്ടേ ലളിതാ സഹസ്രനാമം. അപ്പോൾ ലളിതാ സഹസ്രനാമം ചൊല്ലി എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കുന്ന. അതാ നിങ്ങളോട് ഇവിടെ അർച്ചന ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുക. അതിലും ശക്തിയാണ് അർച്ചനയ്ക്ക്. വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവതിക്കല്ലേ ഓരോ മാനസപൂജ ചെയ്യുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 1.5-2 വർഷം ആയപ്പോഴേക്കും അദ്ദേഹത്തിനൊരു വലിയ ലോട്ടറി അങ്ങോട്ട് അടിച്ചു. കുറേ പൈസ കിട്ടി, ലക്ഷങ്ങളാണ് കിട്ടുന്നത്. അടിച്ചതിൻ്റെ പകുതി അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. അതൊക്കെ മതി, സന്തോഷമായി. വലിയൊരു ബംഗ്ലാവ് വെച്ചു. ഒരു കുഞ്ഞു വീടായിരുന്നു, വലിയൊരു ബംഗ്ലാവ് വെച്ചു, കല്യാണം കഴിച്ചു, കുഞ്ഞുങ്ങളായി, സുഖമായിട്ട് അങ്ങനെ ഒരു 4-5 വർഷം താമസിച്ചു. പക്ഷെ ഇത് അദ്ദേഹം മുടക്കിയില്ല കേട്ടോ. രാവിലെ എഴുന്നേൽക്കും, കുളിക്കും, വിളക്ക് വയ്ക്കും, അവിടെ ഇരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലും, അങ്ങനെ ഭഗവതിയെ വന്ന് നമസ്കരിക്കും. ഇതൊക്കെ അദ്ദേഹം ചെയ്തു. ആ സമയത്താണ് വീട്ടിൽ കുട്ടിക്കൊരസുഖം, ഭാര്യയ്ക്ക് മാറാത്തൊരസുഖം, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായി. അപ്പോൾ അദ്ദേഹം വീണ്ടും വന്നു ഭഗവതിയോട് പറയാണ്, അമ്മേ ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചു, എന്നിട്ട് എനിക്ക് എന്തൊക്കെ അസുഖങ്ങളായി ഇപ്പോൾ തരുന്നത്. ഇനി അപ്പം കൊടുത്തോണ്ടേ ഇരിക്കണം അത്ര. ഭഗവതിക്ക് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കണം. സമ്പത്ത് കൊടുത്ത് അയാൾക്ക് ആവശ്യത്തിനായി. പിന്നെ ഇനിയിപ്പോൾ എന്താ കൊടുക്കാനുള്ളത്? ഇതൊക്കെ തന്നെയല്ലേ എല്ലാം ഭഗവതി തന്നെ തരുന്നത്. അസുഖങ്ങൾ, അത് കാരണം സമാധാനം ഇല്ല. അത്രയും കാലം വന്ന ഒരു മുഖത്തിന് ഒരു പ്രസാദമൊന്നും ഇല്ല. ശ്രീരാമചന്ദ്രൻ്റെ മുഖം എങ്ങനെയാ? എപ്പോഴും തിളക്കമാർന്ന മുഖം. ഇങ്ങനെയാ നാമജപത്തിലൂടെ ഒരു തേച്ച് മിനുക്കിയ കണ്ണാടി പോലത്തെ മനസ്സ് നമുക്ക് കിട്ടുന്ന പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് തെളിഞ്ഞ മനസ്സായിട്ട് നടക്കാൻ കഴിയൂ. പ്രാരാബ്ദമാണ് എല്ലാവർക്കും, ലൗകിക വിഷയങ്ങളിൽ മുങ്ങിയിട്ട് വിഷമങ്ങളാണ്. പക്ഷെ നാമജപത്തിന് അതിനെ തരണം ചെയ്യാനാവും. ഇദ്ദേഹം ഇവിടെ വന്നു, നാമജപം കൊണ്ട് എനിക്ക് സമാധാനം ഇല്ലല്ലോ അമ്മേ, എനിക്ക് ഈ സ്വത്തും മുതലൊക്കെ വന്നതിന് ശേഷം എനിക്ക് പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങി. അതുകൊണ്ട് എന്താ കാരണം എന്നോ? സുഖലോലുപത കൂടി. പണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, രാവിലെ നേരത്തെ എഴുന്നേൽക്കും, കുറച്ച് നടന്നു പോയിട്ടും പുഴയിൽ മുങ്ങിക്കുളിക്കും. ബംഗ്ലാവൊക്കെ ആയപ്പോൾ എന്തായി? വീട്ടിൽ തന്നെ മുറിക്കുളിയായില്ലേ, കുളിമുറിയിലല്ലേ പിന്നെ കുളി. അത് കാരണം നടക്കൽ മാറി, രാവിലത്തെ നടത്തം മുടങ്ങി. അങ്ങനെ അസുഖങ്ങൾ, ജീവിതശൈലി രോഗങ്ങളാണ് വന്ന് സുഖലോലുപതകളിൽ ജീവിച്ചു. അദ്ദേഹം മടിയനായി, ജോലിയൊക്കെ കുറഞ്ഞു. സുഖം വന്നില്ലേ, ഇനിയിപ്പോൾ എന്തിനാ ഏറെ കൂടുതൽ സമയം ഈശ്വരസ്മരണ ഇല്ലാതെയായി. മനസ്സ് ഈശ്വരനിൽ നിന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ എങ്ങടാ പോവുക? ലൗകിക വിഷയങ്ങളിലേക്കാ പോവുക. അങ്ങനെ വിഷമിച്ചു. ഭഗവതിയോട് വന്നിട്ട് സങ്കടം പറയുക, ദിവസേന അമ്മ ഒരു പണി ചെയ്തോളൂ, എനിക്ക് ഈ തന്ന സമ്പത്തൊക്കെ അങ്ങോട്ട് തന്നെ എടുത്തോളൂ. ആ കയ്യിൽ നിന്ന് ഇങ്ങനെ വരുന്നില്ലേ, ആ കൈ മാത്രം നമുക്ക് ഇഷ്ടമല്ലേ, അങ്ങനെ ഒഴുകി വരികയല്ലേ, ആ കയ്യിലേക്ക് തന്നെ അങ്ങോട്ട് എടുത്തോളൂ. എനിക്ക് എൻ്റെ പഴയ സുഖവും സമാധാനവും സന്തോഷവും തന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 4 ദിവസം അത് പ്രാർത്ഥിച്ച്. ഈ മഹാത്മാവ് ഇത് കാണുന്നുണ്ട്. ഒരു ദിവസം ഇദ്ദേഹത്തിനെ അങ്ങോട്ട് വാടി വിളിച്ചു. അടുത്ത് ചെന്നപ്പോൾ ചോദിക്കുകയാണ്. മഹാത്മാക്കൾക്ക് നമ്മൾ പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ചോദിച്ചു, അങ്ങ് ഇന്ന് എന്താ പ്രാർത്ഥിച്ചേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്നും പറയണ്ട, എനിക്ക് ഒരു സമാധാനവും സുഖവും ഇല്ല. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് തന്ന ഈ സർവ്വ സമ്പത്തും അങ്ങോട്ട് എടുത്തോളൂ, എനിക്ക് വേണ്ട, പഴയ സുഖവും സമാധാനവും തന്നാൽ മതി, സന്തോഷം വേണമെന്ന് പ്രാർത്ഥിച്ചു. അതല്ലേ ചെയ്യേണ്ടത് എന്ന്. കാവ്യ കൊടുത്ത ആളല്ലേ, സന്തോഷത്തോടു കൂടി ആന്ന് പറയുന്ന എഴുതിയിട്ട് ചോദിച്ചതാ. അപ്പോൾ മഹാത്മാവ് പറയാണ്, അങ്ങ് ഇനി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. എനിക്ക് പ്രാർത്ഥിക്കാനും ഇഷ്ടമാണ്, ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാനാണ് എനിക്കിഷ്ടം. എങ്കിലൊരു പണി ചെയ്യൂ, അങ്ങ് ഇന്ന് ഈ പ്രാർത്ഥിച്ചതൊക്കെ ഇങ്ങോട്ട് തിരിച്ചെടുക്കാനൊന്ന് പ്രാർത്ഥിക്കണം. അയ്യോ അത് മാത്രം പറയരുത്, എനിക്ക് സുഖം സമാധാനം മതി, സമ്പത്ത് എനിക്ക് വേണ്ട, ഞാനത് ചോദിച്ചതുകൊണ്ടല്ലേ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായത് എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ എന്ത് ചെയ്തു? എങ്കിൽ അങ്ങ് അത് പ്രാർത്ഥിക്കണ്ട, അവിടെ പോയിട്ട് ഒരൊറ്റ കാര്യം പ്രാർത്ഥിക്കണം. ആ ഒറ്റ കാര്യം മതിയോ? എന്താ? അകത്ത് ചെല്ലുക, അമ്മയെ നന്നായി നോക്കുക, പദാരവിന്ദ അല്ലേ, കേശാദി പാദം, അങ്ങനെ നമ്മൾ അലങ്കാരമൊക്കെ നോക്കൂ, എന്ത് ചന്തായിട്ടാണ് ഭഗവാനെയും ഭഗവതിയൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ആ അലങ്കാരങ്ങളോട് കൂടിയിരിക്കുന്ന ഭഗവതിയുടെ വിഗ്രഹത്തെ കണ്ണ് തുറന്ന് തൊഴുത് മനസ്സിലേക്ക് ആവാഹിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? കണ്ണങ്ങടെ അടയ്ക്കുക. കാരണം ഈ ഭൗതിക വസ്തുക്കളെല്ലാം എന്താ? മായയാണ്. ആ മായയിൽ നിന്ന് പോകാനാ കണ്ണടയ്ക്കണല്ലേ. ഗുരുവായൂർ 4 മണിക്കൂർ ക്യൂ നിന്ന് അവിടെ എത്തി എന്താ ഒറ്റടക്കലാ? കണ്ടു? കണ്ടില്ല ടീച്ചറെ, അപ്പോഴേക്ക് കണ്ണടച്ചു എന്ന് പറഞ്ഞ ഒരമ്മ. അതുപോലെ അവിടെ ചെന്ന് നിന്ന് തൊഴുത് ആ വിഗ്രഹത്തെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തിട്ട് അങ്ങനെ തൊഴുത് കണ്ണടച്ച് നിൽക്കുക. എന്നിട്ട് എന്താ ചോദിക്കേണ്ടതെന്നറിയോ? അമ്മേ എനിക്ക് അമ്മയെ തന്നെ തരണം എന്നാ ദുർഗയോട് പ്രാർത്ഥിക്കൂ. അദ്ദേഹം അവിടെ ചെന്നു, എന്താ ഇപ്പം ഈ അമ്മയെ തന്നെ തരണം? അമ്മൻ്റെ കൂടെ ഇറങ്ങി പോന്നാൽ മറ്റുള്ളവർക്കൊക്കെ പൂജിക്കണ്ടേ? അപ്പോൾ പറയാണ്, അമ്മയെ തന്നെ തരണം എന്ന് പറഞ്ഞാലേ എന്താ ഉദ്ദേശിച്ചതെന്നറിയോ? അമ്മ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായി? സർവ്വതും ആയില്ലേ. ശ്രീ ഭഗവതി
ലക്ഷ്മി നിശങ്കലീലാ നിലയനം. നാരായണീയത്തിൽ പറയുന്നില്ലേ, ലക്ഷ്മി എവിടെ വിളഞ്ഞുകൊണ്ടിരിക്കണേ? ഭഗവാന്റെ ഹൃദയത്തിലാ. ആ ലക്ഷ്മി എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ ദുർഗയായി നമ്മുടെ കൂടെ വരണം. അമ്മ തന്നെ എൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർത്ത് തരണം എന്ന് പ്രാർത്ഥിക്കുക. അമ്മ കൂടെ വന്നു കഴിഞ്ഞാൽ സമ്പത്തുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. 3 സാകളും നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു. എന്താ ഈ 3 സാകള്? സന്തോഷം വേണം, സമാധാനം വേണം, സമ്പത്ത് വേണം. കാരണം സമ്പത്തൊക്കെ തിരിച്ചെടുക്കൂന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ ആ സമ്പത്ത് മുഴുവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അഷ്ടിക്ക് വകയില്ലാതെ ആവില്ലേ? നമുക്ക് ജീവിക്കാൻ കഴിയോ? ഇല്ല, പ്രാരാബ്ധാവും. അതുകൊണ്ട് ഈ ഒച്ചയും വിളിയും കൂടുന്ന വീടുകളില്ലേ, സന്ധ്യാകുമ്പോൾ വിളക്കൊക്കെ വെക്കുമ്പോൾ ചിലവർ കണ്ടല്ലേ കാറി പൊളിക്കിന് കടന്നിട്ട് ആ ക്രോധം കണ്ട ലക്ഷ്മി ഇറങ്ങി ഓടിപ്പോത്രേ. സന്ധ്യാകുമ്പോൾ ആരാ ആദ്യം വരിക? ചേട്ടാ ഭഗവതി അത്ര കയറി വരിക. ഇനിയിപ്പോൾ നമ്മൾ പൊട്ടിയൊക്കെ കളയില്ലേ, ആ ചേട്ട വന്ന സന്തോഷം അത്ര ഒച്ചയും വിളിയും തിരക്കൂടലും കേട്ടാൽ അവിടെ കയറി കൂടും. അവിടെ ലക്ഷ്മി ഉണ്ടാവില്ല, പണം ഉണ്ടാവില്ല അത്രേ. നേരെ മറിച്ച് ആ സമാധാനപരമായിട്ട് നാമജപത്തോട് കൂടിയിട്ട് വിളക്ക് വയ്ക്കുകയാണ്, എല്ലാവരും നിശബ്ദമായിരിക്കുക വെച്ചാൽ ചേട്ടയ്ക്ക് അത് ഇഷ്ടമല്ല, ഇറങ്ങിപ്പോവും. ആര് വരും? ലക്ഷ്മി ഭഗവതി കയറി വരും. ആ വീട്ടിൽ സമ്പത്ത് കുമിഞ്ഞു കൂടുന്ന. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, സമ്പത്ത് വേണ്ട എന്ന് പറയണ്ട, ഈ സമ്പത്ത് മാത്രമല്ല അമ്മയെ തന്നെ വേണം. അമ്മ കൂടെ വന്നാൽ അമ്മയുടെ ഒപ്പം സമ്പത്ത് വരും. പിന്നെ എന്ത് വരും? സമ്പത്തുണ്ടെങ്കിൽ എന്തായി? നമുക്ക് സന്തോഷമായില്ലേ? ഫിനാൻഷ്യലി നമ്മൾ സെറ്റാണോ? അത് നമ്മുടെ മൈൻഡ് സൗണ്ടായിരിക്കും. കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടോ? കുട്ടിക്ക് ഫീസ് അടയ്ക്കാറായി, അക്കൗണ്ടിൽ പൈസ ഇല്ല, 1,20,000 1,20,000 അടയ്ക്കണം. എന്താ ചെയ്യുക? കുട്ടിയുടെ വിളി വന്നുകൊണ്ടിരിക്കുന്നു, മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു, ടീച്ചർമാർ വിളിക്കുന്നു, സമാധാനം പോയോ? അതുകൊണ്ട് സമ്പത്ത് ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? തനിക്ക് സന്തോഷം ഉണ്ടാവൂ. സന്തോഷം ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? സമാധാനം ഉണ്ടാവൂ. അതുകൊണ്ട് അമ്മയെ തന്നെ വേണമെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു. അമ്മ വരണം കൂടെ. നമ്മളുടെയൊക്കെ നോട്ടം എവിടെ? ആ ഒരു കയ്യില്ലേ അങ്ങനെ വരണൂലേ, ഒഴുകിയും കൊണ്ടിരിക്കും. ആ ധനം മാത്രം മതി, ആ കൈ ഇങ്ങോട്ട് തന്നോളൂ, അമ്മ അവിടെ തന്നെ ഇരുന്നാൽ മതി, പോരണ്ട. ഇതാണ് അവസ്ഥ. എന്താ ഇതിനർത്ഥം? നമ്മൾ ശ്രീ ദുർഗയെ എവിടെയാ പ്രതിഷ്ഠിക്കേണ്ടത്? ആ ശ്രീലകത്തിനുള്ളിലാണോ? കുറച്ച് കാലം കഴിഞ്ഞാൽ അങ്ങോട്ട് വരാൻ വയ്യാതെയോ ഇല്ലേ? അപ്പോഴേക്കും എന്ത് നേടണം? അമ്മയെ ഹൃദയത്തിലേറ്റാൻ നമ്മൾ തയ്യാറാവണം. ഇദ്ദേഹം അവിടെ പോയി അതേപോലെ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് അമ്മയെ തന്നെ വേണം, വേറെ ഒന്നും വേണ്ട. അങ്ങനെയാണ് പ്രാർത്ഥിച്ചപ്പോഴോ ദുർഗാണി താരയതീതി ദുർഗ, സർവ്വ ദുർഘടങ്ങളും മാറി ചികിത്സയിൽ മാറുന്ന വിധത്തിലേക്ക് ഭാര്യയുടെ അസുഖം വന്നു. കുട്ടികളുടെ അസുഖമൊക്കെ മാറി. അവർ ഹയർ സ്റ്റഡീസിന് പോയി. അദ്ദേഹം പഴയ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റു, ലളിതാ സഹസ്രനാമം ചൊല്ലി ഭഗവതിയെ വന്ന് അങ്ങനെ സേവിച്ചിട്ട് സദാ സേവ്യ. ഭാഗവതം പറയുന്നത് സർവ്വനേരവും നമ്മൾ എന്താ ത്രികാല പൂജ കഴിക്കാറില്ലേ? എന്തിനാ ത്രികാല പൂജ കഴിക്കുന്നേ? അല്ലെങ്കിൽ എന്താ ത്രികാല പൂജ? അതൊന്നും അറിയില്ല ടീച്ചറെ, എൻ്റെ കുട്ടിക്കൊരു ജോലി കിട്ടണം, ഞാനത് കഴിച്ചു, അങ്ങനെ പറയുന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അറിഞ്ഞ് ആരാധിക്കുക, അറിവിൽ നമ്മൾ ഉയർന്നു നിൽക്കുക, ഭക്തിയിൽ നമ്മൾ ഉയർന്നു നിൽക്കുക. അറിഞ്ഞ് ആരാധിക്കുക പറയുമ്പോൾ ഒരു ത്രികാല പൂജ ഷീട്ടാക്കുന്നുണ്ട് കേട്ടോ. എഴുതുന്ന ആൾക്കും ഇതറിയണം, വന്ന് പറയുന്ന ആൾക്കും ഇതറിയണം അല്ലേ? അപ്പോൾ ത്രികാലം എന്ന് പറഞ്ഞാൽ എന്താ? 3 കാലങ്ങൾ. ഒരു ദിവസത്തെ 3 സമയമാണ് ത്രികാലം എന്ന് പറയുന്നത്. ത്രിഗുണങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? നമുക്ക് 3 ദുഃഖേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഭാഗവതത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ. ഇവിടെ 3 കാലം എന്ന് പറഞ്ഞാൽ രാവിലെ പ്രഭാതത്തിൽ വന്ന് തൊഴുത് ആ പൂജാതി കർമ്മങ്ങൾ, ത്രികാല പൂജ സ്പെഷ്യൽ പൂജകളൊക്കെ ഉണ്ടായിരിക്കും, പ്രത്യേക മന്ത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വെറുതെ വഴിപാട് എഴുതി നിങ്ങളവിടെ നോട്ടീസ് അടുത്ത മാസം മുതൽ ഒരു കൊല്ലം ചെയ്തോളൂ കേട്ടോ എന്ന് പറയല്ല. അതിന് ഒരർത്ഥമില്ല. ആ തിരുമേനിക്കല്ലേ അതിൻ്റെ പുണ്യം കിട്ടുക. ആ സമയത്ത് നമ്മൾ അവിടെ വരണം. വന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി ശ്രീലകത്ത് ആ തിരുമേനി പൂജകൾ ചെയ്യുമ്പോൾ, മന്ത്രങ്ങൾ അങ്ങനെ ഉച്ചരിച്ച് അർച്ചന നടത്തുമ്പോൾ അവിടെ വന്ന് നിന്ന് തൊഴണം. തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ആ ചെയ്ത തിരുമേനിക്കാണ് അപ്പോൾ ആ പുണ്യം. ആ തിരുമേനിയിൽ നിറഞ്ഞു നിൽക്കുന്ന പുണ്യം എങ്ങോട്ട് വരണം? നമ്മളിലേക്ക് ഒഴുകി വരാനാണ് ദക്ഷിണ സമർപ്പിച്ചിട്ട് ആ പ്രസാദം വാങ്ങിക്കുന്നത് അല്ലേ? പ്രസാദം വാങ്ങുമ്പോൾ ദക്ഷിണ വെക്കണം എന്നാ. അപ്പോൾ അങ്ങനെ ത്രികാല പൂജയ്ക്ക് രാവിലെ വന്ന് തൊഴണം. രാവിലെയുടെ പ്രത്യേകത എന്താ? രാവിലെ എന്ന് പറയുമ്പോൾ ഈശ്വര സ്മരണയോടുകൂടി തുടങ്ങണം ഒരു ദിവസം. ഇപ്പോൾ രാവിലെ അമ്പലത്തിൽ ചെന്ന് നിർമ്മാല്യം തൊഴും ഇല്ലേ? ഇപ്പോൾ ഇന്നിപ്പോൾ വേണമെങ്കിൽ നിങ്ങളിവിടെ വന്ന് നിർമ്മാല്യം തൊഴുതിട്ടുണ്ടാവും. ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, എടുത്ത് നോക്കി ലാസ്റ്റ് സീൻ നോക്കിയപ്പോൾ ഇന്നലെ രാത്രി 1 മണിയാണ് ഇവിടെ വിളിച്ച് ആ ചന്ദ്രേട്ടനെ. അപ്പോൾ എനിക്ക് മനസ്സിലായി രാത്രി 1 മണി വരെ ഇവിടുന്ന് പോയിട്ടില്ല. അപ്പോഴാവും വേണമെങ്കിൽ കിടന്നിട്ടുണ്ടാവുക. പിന്നെ ആ രാവിലെ നിർമ്മാല്യം തൊഴുന്നതിനൊരു തത്വമുണ്ട്. നിർമ്മാല്യം എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ ഇല്ലാതെയൊക്കെ എവിടെ? നമ്മുടെ മനസ്സിൽ. നിർമ്മാല്യം, മനസ്സ് ശുദ്ധമായിട്ട് രാവിലെ തലേ ദിവസം ചാർത്തിയ പൂക്കളൊക്കെ ഉണ്ടാവും, തിരുമേനിയെ ഒന്ന് അഴിച്ചു മാറ്റണം. അപ്പോൾ അതിനാ നിർമ്മാല്യം തൊഴുക എന്ന് പറയുന്നത്. മനസ്സ് ശുദ്ധമായിട്ട് ഈശ്വര ചിന്തയോടുകൂടി ഒരു ദിവസം നിങ്ങൾ തുടങ്ങണം എന്ന് നിർമ്മാല്യം പറയാം.
ഇതൊക്കെ അറിഞ്ഞ് ചെയ്യണം. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ത്രികാല പൂജ ഉണ്ടെന്ന്, അപ്പോൾ രാവിലെ പിന്നെയും വന്നു. ഒരു 8:30 ആയപ്പോൾ പ്രസാദമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. ഉച്ചയ്ക്ക് മധ്യാഹ്നത്തിൽ ഒരു പൂജ നടത്തും. സാധാരണ എല്ലാ അമ്പലങ്ങളിലും, ചെറിയ അമ്പലങ്ങളിലൊന്നും ഉച്ചയ്ക്ക് പൂജ ഇല്ലല്ലോ. ത്രികാല പൂജ ഉണ്ടെങ്കിൽ ഉച്ചാകുമ്പോൾ പൂജ നടത്തും. അതായത് നിങ്ങളൊരു ജോലിക്കാരനാണെന്ന് കൂട്ടിക്കോളൂ, ജോലി സ്ഥലത്ത് പോയി എന്ന് പറയണം, ഇന്ന് എൻ്റെ ത്രികാല പൂജയായിട്ട് ഒരു 12:30 ഞാൻ ക്ഷേത്രം വരെ ഒന്ന് പോയി വരും. ആ പൂജാ സമയമാകുമ്പോഴേക്കും ഓടി വന്ന് ആ സമയത്തും, അതായത് ഏതെല്ലാം കർമ്മങ്ങളിൽ നമ്മൾ കർമ്മം ചെയ്യണം എങ്കിൽ ഇതൊക്കെ നടക്കൂ. പ്രാരാബ്ധം അനുഭവിച്ചുകൊണ്ടേ കർമ്മം ചെയ്യാൻ പറ്റൂ. ആ കർമ്മം ഏത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഈശ്വര സ്മരണ നിലനിർത്തണം. അപ്പോഴും മനസ്സിലെന്താ, ഊരകം അയോധ്യ ശ്രീരാമചന്ദ്ര ക്ഷേത്രം എന്നെൻ്റെ എന്താണ് ത്രികാല പൂജ, അവിടെ എത്തിയേ പറ്റു പൂജയാകുമ്പോഴേക്ക്. അപ്പോൾ ഓഫീസറോട് സോപ്പിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഓടി. അപ്പോൾ ഒരു പെർമിഷൻ എടുത്തു, അരമണിക്കൂർ മുന്നേ ഇവിടെ വന്ന് തൊഴുതു. നമസ്കരിക്കണം. നമസ്കാരം പ്രധാനമാണ്. കാരണം എല്ലാ അഹങ്കാരവും അപകടവും ഇരിക്കുന്നത് എവിടെയാ? ഇതിൻ്റെ ഉള്ളിലാണത്രേ. അഹങ്കാരം ഇല്ലാതെയാക്കണം. ക്ഷേത്രത്തിൽ വന്നാൽ പുറത്ത് വെക്കണം. എന്താ പുറത്ത് വെക്കേണ്ടത്? അപ്പോൾ പറയും ചെരുപ്പ് എന്ന്. അഹങ്കാരം പുറത്ത് വെക്കണത്രേ, എന്നിട്ടാണത്രേ അകത്ത് കയറേണ്ടത്. ആചാരങ്ങളെ പഠിപ്പിക്കാനാ പുറത്ത് ചെരുപ്പ് വെക്കണമെന്നും ഷർട്ട് ഊരണമെന്നും ഒക്കെയുള്ള ആചാരങ്ങൾ ഉണ്ടാക്കി വെച്ചേ. ഇപ്പം അതിനെയൊക്കെ പലരും വിമർശിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പൂർവികർ എന്തെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടോ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചിട്ടുണ്ടോ, അതെല്ലാം സയൻസാണ്. നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് ഉയരാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചതാണ്. അത് മനസ്സിലാക്കുക. കാരണം ശ്രീലകത്ത് ചെന്ന് നിന്ന് തൊഴുമ്പോൾ ഏത് അവതാര ഷർട്ട് ഇട്ടിട്ടുള്ളത്? പക്ഷേ ഇപ്പോൾ ഓരോരുത്തരും പ്രതികരിക്കൽ തുടങ്ങി. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ലേ ടീച്ചറേന്ന് ഒരാൾ ചോദിച്ചു. നോർത്ത് ഇന്ത്യയിലെ പൂജാതി കർമ്മങ്ങൾ നോക്കൂ. അവിടെ പൂജാരിയും ബനിയനും തൊപ്പിയൊക്കെ ഇട്ടിരുന്നിട്ടാണ് പൂജിക്കുക. അവിടെ അത്രയും തണുപ്പാണ്. ഹിമാലയ സാനുക്കളിൽ അദ്ദേഹം അല്ലെങ്കിൽ ചത്തുപോവില്ലേ? അതുകൊണ്ടാണ് ഉറഞ്ഞുകൂടിയിരിക്കും മഞ്ഞ്. അതുകൊണ്ട് കുളിക്കാതെ അഘോരികളൊക്കെ ഇരുന്ന് ഓം നമഃ ശിവായ ചെല്ലണ്. അവർ മഞ്ഞ് ഐസില്ലേ, അത് തച്ച് പൊട്ടിച്ചിട്ട് ആ വെള്ളം എടുത്തിട്ടൊക്കെ എത്ര കുളിക്കുക. അതിൻ്റെ തണുപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് കാലദേശാവതിഭ്യാം, കാലങ്ങൾക്കും ദേശങ്ങൾക്കും വ്യത്യസ്തത ഉള്ളതിനനുസരിച്ച് എല്ലാം മാറും. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറും. അല്ലാതെ നമ്മളെല്ലാവരും എന്താണോ എങ്ങനെയെല്ലാം ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാം, എങ്ങനെ ഒരാളെ തളർത്താം. മറ്റൊരാളെ നോക്കൂ, മറ്റുള്ള മതസ്ഥരൊക്കെ എന്ത് ചെയ്യുന്നു? അവരെ കുട്ടികളോ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വന്ന് അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ? നമുക്കിതിന് ആളെ കിട്ടാനില്ല. ചിലർ വിളിക്കും, ഇപ്പോൾ കർക്കിടകം വരെയല്ലേ, എന്നോട് ചോദിക്കും ഇന്ന ഡേറ്റ് എല്ലാ ഞായറാഴ്ചയും ബുക്കിങ്ങാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ ഞായറാഴ്ചയും കഴിഞ്ഞു, എന്നാൽ ഒരു 2ാം ശനി അതും ബുക്കിങ്ങാണ് മലപ്പുറത്ത് തന്നെ. ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ ടീച്ചറെ പോലെ പറയുന്ന ഒരാളെ പറഞ്ഞു തരുമോ? അത് നമ്മൾ പറഞ്ഞാൽ ശരിയാവുമോ? നമ്മൾ പറയും പോലെ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലയിലേക്ക് വരില്ലേ? അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ കുറേ ആചാര്യന്മാരുടെ പേരും തരാം, പ്രഭാഷണം നടത്തുന്ന അഡ്രസ്സൊക്കെ തരാം, നമ്പറും തരാം. എന്നെ പോലെ പറയുമെന്ന് എനിക്കറിയില്ല എന്ന് തന്നെ പറഞ്ഞു. ചിലപ്പോൾ എന്നേക്കാൾ നന്നായിട്ട് അവർ പറഞ്ഞു എന്നും വരും, പക്ഷെ എനിക്കത് ഗ്യാരണ്ടി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, നമുക്ക് കിട്ടാത്തൊരു സാധനമായിരിക്കുന്നു ആചാര്യൻ എന്ന് പറയുന്നത്. കാരണം ഈശ്വര കഥ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞ് അവരിലേക്ക് അങ്ങോട്ട് എത്തിക്കുക. അതിനുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഹൈന്ദവരെന്നോ ഉയർന്നു ഇല്ലേ? ഇപ്പോൾ എന്താ അർച്ചന മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ത്രികാല പൂജ. ത്രികാല പൂജ സന്ധ്യാകുമ്പോൾ വരണം. സന്ധ്യാകുമ്പോൾ വന്നാൽ എന്താ, നമ്മൾ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത എല്ലാ സർവ്വ പാപങ്ങളും കഴുകി കളയാൻ ആ ദീപാരാധന സമയത്തിന് കഴിയും. എന്താ പ്രദോഷത്തിൻ്റെ പ്രത്യേകത? മഹാദേവൻ്റെ പ്രധാന ദിവസമാണ് പ്രദോഷം ഇല്ലേ? പ്രദോഷം എന്ന് പറയുന്നത് വിഷ്ണുവിന് ഏകാദശി, ഭഗവതിക്ക് പൗർണമി, അതുപോലെയാണ് മഹാദേവന് പ്രദോഷം. പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്ന് പറയാം. ഈ പ്രദോഷ സമയത്ത് മഹാദേവൻ ശ്രീ പാർവതി ദേവിയോടുകൂടി ആ തിരുമുറ്റത്ത് വന്നിട്ട് നൃത്തം വയ്ക്കൂത്രേ അല്ലേ? താണ്ഡവത്തിൻ്റെ ആളല്ലേ ശിവൻ. ആ നൃത്തം കാണാൻ വേണ്ടി സർവ്വദേവീ ദേവന്മാരും ഇവിടെ വരും, ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ആ സമയത്ത് നമ്മൾ ചെന്ന് തൊഴുത് നമസ്കരിക്കുമ്പോൾ സന്ധ്യസമയത്ത് ആ സമയത്ത് എവിടെയെങ്കിലും ഒരു ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം ഈ ക്ഷേത്രത്തിലേക്കും ഒഴുകി വരും. അപ്പം ഏതൊക്കെ ഭക്തന്മാർ അവിടെ ചെന്നോ സർവ്വദേവീ ദേവന്മാരുടെയും മഹാദേവൻ്റെയും അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പം സന്ധ്യാമത്തെ പ്രത്യേകത മനസ്സിലായില്ലേ? ഇത് നമ്മുടെ ഒരു ജീവിതം കാണിക്കുന്നത്, ഒരു ജന്മത്തിനെ കാണിക്കുകയാണ് ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ത്രികാല പൂജ എന്നുള്ളത്. കാരണം നമ്മുടെ ജന്മത്തിൽ രാവിലെ എന്ന് പറയുന്നത് ഒരു 10-25 വയസ്സ് വരെ അല്ലേ? ആദ്യത്തെ ആശ്രമമാണത്. ഏതാശ്രമം? ബ്രഹ്മചര്യം, കുട്ടിയാകുമ്പോൾ പഠിക്കുന്ന കാലഘട്ടം. ഇനി ആ ഒരു കുട്ടി എന്നുള്ളതെന്ന് വിട്ട് ഒരു മധ്യാഹ്നം ആയി എന്ത് 25-ാമത്തെ വയസ്സ് കഴിഞ്ഞ് ജോലിയിലൊക്കെ പ്രവേശിച്ച് ഗൃഹസ്ഥാശ്രമം, ജോലിയൊക്കെ ആയിട്ട്. ഇനി അതും കഴിഞ്ഞാൽ റിട്ടയർമെൻ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ സന്ധ്യയായി. അതാണ് കാണിക്കുന്ന ഒരു ദിവസം. ജീവിതത്തിൻ്റെ സന്ധ്യ എന്ന് പറഞ്ഞാൽ 56-60 വയസ്സൊക്കെ റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ നാരായണിയൊക്കെ എടുത്തിട്ട് വരും. ടീച്ചറെ കണ്ണ് പിടിക്കണില്ല, കാല് പറഞ്ഞാൽ കേൾക്കണില്ല. ഞാൻ വേദജപം ഉണ്ടായിരുന്നു ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ആചാര്യൻ മെസ്സേജ് ഇടുകയാണ് കേട്ടോ.
ഗ്രൂപ്പിൽ ചമ്മണം പടിഞ്ഞിരിക്കാൻ പറ്റുന്നവരെ മാത്രമേ സ്റ്റേജിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഞാൻ ഇരുത്തൂ, അല്ലാത്തവരൊക്കെ സദസ്സിൽ അവിടെ കസേരട്ടിരുന്നോളണം. അത്രയും നന്നായി വേദം ജപിക്കാൻ അറിയുന്ന ഒരുപാട് മഹാത്മാക്കൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. പലരും അവിടെ അങ്ങനെ ഇരിക്കും, താഴെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ കയ്യും കാലും ഒക്കെ പറഞ്ഞാൽ കേൾക്കുന്ന പ്രായത്തിലേ നമ്മൾ എന്ത് തുടങ്ങണം? ഈ ബന്ധം, അമ്പലവുമായിട്ടുള്ള ബന്ധം തുടങ്ങണം. നമ്മളെന്താണോ എത്ര കേട്ടാലും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ റിട്ടയർമെൻ്റ് ആയാൽ തീരുമാനിക്കുക, ഇനിയിപ്പോൾ എന്താ റിട്ടയേർഡ്, നമ്മൾ ക്ഷീണിച്ചു പറഞ്ഞിട്ടാണ് പുറത്തേക്ക് ആക്കണത്. പക്ഷെ ക്ഷീണിക്കുന്നുണ്ടോ 56 വയസ്സിലൊക്കെ? അപ്പോഴും നല്ല ചുറുചുറുക്കുക. അപ്പോഴാണ് തീരുമാനിക്കുക എന്ത്, ഒരു കമ്മിറ്റിയിലൊന്ന് കൂടാം, അല്ലെ, മീറ്റിങ്ങിനൊന്ന് പോയി നോക്കാം, അല്ലെങ്കിൽ മാതൃസമിതിയിലൊന്ന് ചേർന്ന് നോക്കാം. മാതൃസമിതി ഇവിടെ എന്തൊക്കെ ചെയ്യാറുണ്ട്? നാരായണീയ സമിതി ഉണ്ടോ? നാരായണീയത്തിലേക്ക് എത്തിയോ? ഉണ്ടാവില്ല. അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം 35 മണിക്കൂർ കൊണ്ടാണ് അത്ര ഭാഗവതം മുഴുവൻ വായിച്ച് സമർപ്പിക്കുക. 18,000 ശ്ലോകം സപ്താഹത്തിന് പോണവർക്കറിയാം. ആ 35 മണിക്കൂർ വായിക്കേണ്ടുന്ന നാരായണീയം ഒരു 5-5.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് വായിച്ച് തീർക്കാൻ 18,000 ശ്ലോകത്തിന് ഇങ്ങോട്ട് ആറ്റി കുറുക്കിയിട്ട് എന്തായി? 1036 ശ്ലോകങ്ങളിലേക്കാക്കി. ആര്? ഭട്ടേരിപ്പാട്. അതാണ് അതിത്ര കുറച്ച് അഗ്രഗണ്യനാണ്. എന്താ പറഞ്ഞത്? ഗുരുവായൂർ ചെന്ന മരപ്രഭുവിനെ കാണുമ്പോഴാണ് ആ കഥ പറയുക. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ഇങ്ങനെ ജപിക്കുമ്പോഴേ ആ മരപ്രഭു എന്നുള്ളത് മരപ്രഭു എന്ന് വായിച്ചത്രേ. അപ്പോൾ ഇയാൾ വലിയ അഗ്രഗണ്യനല്ലേ ഭട്ടേരിപ്പാട്, തെറ്റിച്ചു എന്ന് പറഞ്ഞ് ചീത്ത പറയല്ലോ, കളിയാക്കിയത്രേ. അപ്പോൾ കൃഷ്ണൻ അത് സഹിച്ചില്ല. ഭക്തനെ പറഞ്ഞ ഭഗവാൻ സഹിക്കുമോ? അപ്പം ശരീരം ഉണ്ടായിത്രേ, ഹേ ഭട്ടേരിപ്പാടേ, ഞാൻ തന്നെയാണ് മരപ്രഭുവും അമരപ്രഭുവും എല്ലാം എന്ന്. എന്നിട്ടാണ് അത്ര അവിടെ അമരപ്രഭുവിനെ തെക്കേ നടക്കിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എന്താ, നമ്മൾ തെറ്റി വിളിച്ചാലും തെറ്റാതെ വിളിച്ചാലും ഒക്കെ എന്തേ വേണ്ടൂ? ഭക്തിപൂർവ്വം വിളിക്കുക. പല അമ്മമാർക്കും പേടിയതാ. മാതൃസമിതിക്കാരോട് ഞാൻ പറയും, വരൂ രാമായണം നമുക്ക് സമ്പൂർണ്ണം ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങളുടെ അയ്യപ്പ ക്ഷേത്രത്തിലാണ്, ഒരു ഇത്തിരി വായിച്ചോളൂ, 2 പേജ് വായിച്ചോളൂ എന്ന്. കാരണം രാവിലെ 6 തുടങ്ങി വൈകുന്നേരം 6 വരില്ലേ, ഒന്നും ഉണ്ടാവില്ലേ തൊണ്ടയിൽ, എല്ലാവരും കൂടി ആകുമ്പോൾ നമുക്ക് നല്ല സുഖമല്ലേ. പക്ഷെ പേടിയാണ് പറഞ്ഞിട്ട് അവർ വായിക്കില്ല. എന്ത് സുഖമായിട്ട് അല്ലേ, സുന്ദര കാണ്ടാണ് ഏറ്റവും സുന്ദരം എന്നാ പറയാ. എന്ത് സുന്ദരമായിട്ട് ആ കടുകുവറയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഉഷസി നിശിചരികളിവരുടലും മമ ഭക്ഷിക്കുമുറ്റവരായി ൊരുത്തരുമില്ലമേ. എന്ത് സുഖമായിട്ട് ആ താളത്തിൽ അങ്ങനെ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുന്ദരകാന്ഡം ഇത്ര സുന്ദരാവുന്നതും. ഇനി വൈകുന്നേരം, ജീവിതത്തിൻ്റെ വൈകുന്നേരം, അപ്പോൾ ഇതൊക്കെ തീരുമാനിച്ചു, കുറച്ച് ഗ്രന്ഥങ്ങളൊക്കെ വാങ്ങി, അപ്പോഴാണ് ക്ഷേത്രത്തിലേക്ക് പടവും കയറി വരുന്നത്. പക്ഷേ കുഴപ്പമില്ല, നേരം വൈകിയാലും നിങ്ങൾ ഇങ്ങനെ ഒരു സദസ്സിൽ എത്തിപ്പെട്ടുല്ലോ, ഇങ്ങനൊരു ക്ഷേത്രം നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടിയില്ലേ. അവിടുത്തെ മാതൃസമിതി, നിങ്ങൾ ഉത്സവകാലത്ത് പോയി നോക്കൂ ഗുരുവായൂർ, അവിടെ ടാഗിട്ട മാതൃസമിതിക്കാരുണ്ടാവും. നമ്മളെന്തെങ്കിലും ചെയ്യാൻ അവർ പിടിച്ച് പുറത്തേക്ക് നിർത്തും. പിന്നെ ഇങ്ങനെ കെഞ്ചണം അവരോട്. നമ്മുടെ അമ്പലത്തിലോ നമ്മൾ തന്നെ ഹീറോ, ആരും നമ്മളെ പുറത്തേക്ക് നിർത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാ വീട്ടിൽ നിന്നും മാതൃസമിതിയിൽ എന്തുണ്ടാവുക? ഒരംഗമെങ്കിലും. അതെന്താ? വീട്ടിൽ ഒരമ്മയാണുള്ളൂ, പിന്നെ മരുവള അമ്മയായിട്ടുണ്ടാവൂലേ. അപ്പോൾ വേണമെങ്കിൽ മരുവള കുട്ടി അമ്മയായിട്ടുണ്ടാവും, അനിയൻ്റെ ഭാര്യയും അമ്മയായിട്ടുണ്ടാവും. അപ്പോൾ അമ്മമാരെല്ലാവരും ചേരുക. ഈ മാതൃസമിതിയും പിതൃസമിതിയും എല്ലാവരും ചേർന്നിട്ട് കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന. കൂട്ടമായി പ്രാർത്ഥിക്കുന്നത് ആത്മീയതയുടെ ഐക്യമാണ് കാണിക്കുന്നത്. മറ്റുള്ളവരൊക്കെ നോക്കൂ, കൂട്ടപ്രാർത്ഥന അവർക്കുണ്ട്, നമ്മൾ മാത്രം പിന്നെ എന്തിനും ചെയ്യാതിരിക്കണം? ചെയ്യുമ്പോൾ ആ സമയം എവിടെയായാലും ഓടി മറ്റുള്ളവരെത്തുന്നത് കാണുമ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, ഞങ്ങൾക്ക് ഉണ്ടൊരു കൂട്ടപ്രാർത്ഥന അല്ലേ. ഒന്നിച്ച് ഒരേ പുല്ലായിൽ ഇരുന്നിട്ട് അപ്പോഴേക്ക് എന്ത് വരുമെന്നറിയോ? അവിടേക്ക് നമ്മുടെ രാഷ്ട്രീയം ഇട്ടിട്ട് മറ്റുള്ളവർ നമ്മളെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ തുടങ്ങും. ഇത് ബ്രിട്ടീഷുകാർ മാത്രമല്ല, നമ്മുടെ ആൾക്കാരും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം, മറ്റുള്ള മതസ്ഥരെന്താ ചെയ്യുന്നത്? അതൊക്കെ ഗേറ്റിന് പുറത്താണ്. ചിലരെന്തായിരിക്കും? മാർക്കിസ്റ്റാവും. ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് എന്തുണ്ടാവണം? കോൺഗ്രസും വേണം, മാർക്കിസ്റ്റും വേണം, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവണം, എങ്കിലേ ഡെമോക്രസി വളരൂ. അതൊരു സത്യം. പക്ഷേ മറ്റുള്ളവർ ആ ഗേറ്റിന് പുറത്ത് അതിനെ നിർത്തി ഒരേ പുല്ലായിലിരുന്ന് ഒലെടുത്ത് നിസ്കരിക്കും പോലെ നമ്മളും എന്ത് ചെയ്യുക? പാർട്ടിയും നമ്മളുടെ രാഷ്ട്രീയവും ജനാധിപത്യവും ഭരണവും ഗവൺമെൻറ്റും ഒക്കെ പടിക്ക് പുറത്ത്. അമ്പലത്തിനുള്ളിൽ കയറിയാൽ നമ്മൾ എന്തേ ഉള്ളൂ? ഞാൻ ഒരു ഹൈന്ദവൻ, ഹിന്ദുവായി ജനിച്ച് ഹിന്ദുവായി ജീവിച്ച് ഹൈന്ദവാചാരങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് ഭഗവാനെ ആരാധിച്ച് സേവിച്ച്, കൃഷ്ണ ഈ ജന്മം ഹിന്ദുവായി തന്നെ സമർപ്പിക്കാൻ കഴിയണമേ എന്ന് വേണത്രേ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ. കാരണം
ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ മറ്റ് പല ഭാഗങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുക. കുട്ടികൾക്ക് വേണ്ടി അത് മാത്രമാണ് പറയാനുള്ളത്. അത് മനസ്സിലാക്കി കൊടുക്കുക. അതെല്ലാം നമ്മുടെ ഗേറ്റിന്, അമ്പലത്തിൻ്റെ ഗേറ്റിന്, ആ ഗോപുരത്തിന് പുറത്ത്. പിന്നെ എന്തേ വേണ്ടൂ? ഉള്ളിലേക്ക് കയറിയാൽ ഞാൻ വെറും രാമനോ കൃഷ്ണനോ, നമ്മുടെ കുട്ടിയുടെ പേരെന്താന്ന് വെച്ചാൽ അത് പേരിടുമ്പോൾ വേണം അപ്പോഴും വരെ അത്ര ആലോചിക്കണത്ര. ഈ സഹസ്രനാമത്തിൽ ഒരു പേരാണത്രേ നമ്മൾ ഇടേണ്ടത്. ഇട്ടാൽ പോരാ, അതെന്നെ വിളിക്കണം. ചാമിളൻ്റെ കഥ അറിയില്ലേ? ഹരേ നാരായണ എന്ന് വിളിച്ചു അത്രേ. ശരിക്കും മകനെ വിളിച്ചത്. ആരാ വന്നത്? വിഷ്ണു പാർഷദന്മാരാണത്രേ വന്നത്. അങ്ങടെ സ്വാമി പറഞ്ഞിരിക്കുന്നു, സ്വാമിയുടെ നാമം ജപിക്കുന്നവരെ അങ്ങോട്ട് ഭഗവാന്റെ വിഷ്ണു ലോകത്തേക്ക് കൊണ്ടു ചെല്ലാം. എങ്ങടാ? നമ്മൾ പറയും സ്വർഗത്ത് പോകണമെന്ന്. ഹിന്ദു ഒരിക്കലും എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി കുട്ടിക്ക് ക്ലാസ് എടുക്കുന്നില്ല. നരകം പറഞ്ഞ് പേടിപ്പിക്കുന്നും ഇല്ല. വർണ്ണനയൊക്കെ അതിൽ വായിച്ചു പോവും. എങ്കിലും നീ അത് ചെയ്താൽ അങ്ങനെ, ഇത് ചെയ്താൽ അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് സൂചി വെക്കുന്നില്ല. അതുകൊണ്ടാണ് കുട്ടികൾ ഇതിലേക്ക് വരാത്തതും. മറ്റുള്ളവർ നോക്കൂ, 6 മണിയെ തുടങ്ങിയില്ലേ? നമുക്കും അങ്ങനെ ഒരു ആത്മീയ വിദ്യാലയം ആക്കി മാറ്റണം നമ്മുടെ ക്ഷേത്രങ്ങളെ. ക്ഷേത്രത്തിലാണ് എന്ത് തുടങ്ങേണ്ടത്? ആത്മീയ വിദ്യാലയം തുടങ്ങുന്നുണ്ട്. അതാണ് കേന്ദ്രം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വെറുതെ പൂജ ചെയ്ത് ഇങ്ങനെ തീർത്ഥം പ്രസാദം കുടിച്ചു പോകാനും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനും ഉള്ളതല്ല. അന്നദാനം ഉണ്ടോ അന്ന് എല്ലാവരും വരൂല്ലേ? സൊമാലിയാണ് തോന്നും ചില അന്നദാന പന്തൽ കണ്ടു കഴിഞ്ഞാൽ. ഇത്രയും കഴിക്കാനില്ലാത്ത ഒരു വീടും ഇപ്പം ഇല്ല. എവിടെയെങ്കിലും ഉണ്ടോ വയ്ക്കാനില്ലാത്ത പട്ടിണി? പക്ഷെ അമ്പലത്തിൽ അന്നദാനം ഉണ്ടോ എന്നാൽ മാത്രമേ ഞങ്ങൾ വരൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. ആ സമയത്ത് വെറും പ്രാർത്ഥന കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി കൂട്ടം കൂട്ടമായി പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഞായറാഴ്ചക്കാരെയും വെള്ളിയാഴ്ചക്കാരെയും കണ്ട് ആ പോസിറ്റീവ് നമ്മൾ സ്വീകരിക്കുക. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മളുടെ നാട്ടിൽ നമ്മൾ ഇത്രയും അടുത്തൊരു ക്ഷേത്രത്തിൽ നമ്മളൊരു കൂട്ടപ്രാർത്ഥന വെച്ചിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഒരു 4 നാമം ജപിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ? നാമം ജപിക്കാത്ത നാവെന്തിനാ കണ്ണാ, നാവെന്തിനാ കണ്ണാ, നാവെന്തിനാ. ഭജനയിൽ തന്നെ പറയുന്നുണ്ട്, നാമം ജപിക്കാത്ത നാവ് എന്തെല്ലാം പറയണൂല്ലേ? പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമ കീർത്തനം ഇതതിനായി വരേണം. തിരുനാമ കീർത്തനം അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഒരു പാത്രം നമ്മളങ്ങനെ തേച്ച് വെടിച്ച് വെച്ച് തുടച്ച് മിനുക്കുമ്പോൾ എത്രത്തോളം പരിശുദ്ധമാണോ അതുപോലെ പരിശുദ്ധമാക്കാൻ കഴിയും നാമജപത്തിന് നമ്മളുടെ മനസ്സിനെ. അപ്പോൾ നമ്മുടെ മനസ്സ് പരിശുദ്ധമല്ലേ എന്ന് ചോദിക്കും ചിലരും. പരിശുദ്ധമല്ല, കാരണം നമ്മുടെ വിഷയത്തിൽ അങ്ങനെ മുങ്ങിക്കിടക്കുക നമ്മൾ. അപ്പം നിർമ്മാല്യം തൊഴാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾ അഭിഷേകം കാണാനാവും നിൽക്കുക അല്ലേ? ഭഗവാൻ അഭിഷേകം ചെയ്യുന്നുണ്ടാവും പലതരത്തിൽ. പാലഭിഷേകം ചെയ്യും, ജലധാര ചെയ്യും, പലതും ഉണ്ട്. ഈ അഭിഷേകം എന്താ നമ്മളോട് പറയുന്നത്? ഭഗവാന്റെ ശരീരത്തിലെ ആ മാലിന്യങ്ങൾ കഴുകിക്കളയുന്നത് പോലെ നീ തൊഴുതു നിൽക്കുമ്പോൾ നിന്റെ മനസ്സിനുള്ളിലുള്ള മാലിന്യങ്ങൾ നീ കഴുകിക്കളയണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാലിന്യങ്ങൾ എങ്ങനെയാണ് പോവുക? നാമജപത്തിലൂടെ. 4 ദിവസം മുമ്പ് എനിക്ക് നല്ല തലവേദന സന്ധ്യയാകുമ്പോൾ വിളക്കൊക്കെ വെച്ച് നാമം ചൊല്ലാൻ വന്നിരിക്കുമ്പോൾ ഇന്ന് എന്താ ഇപ്പം ഇങ്ങനെ തലവേദനയ്ക്ക് എന്താ കാരണം എന്നൊക്കെ വിചാരിച്ചു. നാമം മുഴുവൻ സാധാരണ ചൊല്ലാറുള്ള ആ സ്ഥിരം നാമങ്ങളെല്ലാം ചൊല്ലി 108 നാരായണ ചൊല്ലി ഒക്കെ കഴിഞ്ഞ് സമർപ്പിച്ചിട്ടും മാറണില്ല. സാധാരണ നാമം ചൊല്ലി അങ്ങോട്ട് പോകും. അപ്പോഴാണ് ചെറുപ്പത്തിൽ അമൃതാനന്ദമയുടെ ബുക്ക് കിട്ടിയപ്പോൾ മനസ്സാ വാച കർമ്മണ എന്നുള്ള പാട്ട് പഠിച്ചിട്ടുണ്ട്. അത് 2 ഭജന അവിടെ ഇരുന്നിട്ടാണ് ചൊല്ലിയപ്പോൾ ആ തലവേദന എങ്ങടാ പോയിന്ന് മനസ്സിലായില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ? ഭഗവാനാണ് എല്ലാത്തിലും വലിയ വൈദ്യൻ എന്നുള്ളത്. വൈദ്യോ നാരായണോ ഹരി. ഹരിയിലും അപ്പുറം ശ്രീരാമചന്ദ്രനിലും അപ്പുറം ഒരു വൈദ്യൻ ഇല്ല. എല്ലാ മന്ത്രങ്ങൾക്കും ശക്തിയുണ്ട്, അത് മനസ്സിലാക്കുക. അപ്പം എന്താ മന്ത്രം? മനനേന ത്രായതേ ഇതി മന്ത്ര. എങ്ങനെയാ ഹനുമാന് ശക്തി കിട്ടിയേ? ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ കൂടെ അപ്പുറവും ഇപ്പുറവും കൂടി നിൽക്കൂത്രേ, വിട്ടു പോവേല്ല ഹനുമാൻ സ്വാമി. ഒരു ദിവസം ശ്രീരാമചന്ദ്രൻ ചോദിക്കാണ്, ഹനുമാനെ അങ്ങ് എങ്ങനെയാ എന്നെ കാണുന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ പറയാണ്, ശ്രീരാമചന്ദ്ര അങ്ങയൊക്കെ സർവ്വതും അല്ലേ ഞാൻ ആണെന്നാ ഞാൻ വിശ്വസിക്കണേ. കാരണം എനിക്ക് ഭക്തി മാത്രം മതി. എന്താ പറഞ്ഞത്? ഈ ആകാശ ചന്ദ്രന്മാരും സൂര്യനും ഭൂമിയും ഉള്ളിടത്തോളം കാലം എനിക്ക് രാമനാമം ജപിച്ചുകൊണ്ടിരുന്നാൽ മതിയെന്ന്. അപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞത് എന്താണെന്നറിയോ? ദേഹബുദ്ധ്യാതു ദാസോസ്മി ജീവബുദ്ധ്യാത്വദംശക ആത്മബുദ്ധ്യാത്വമേവാഹം ഇതിമേ നിശ്ചിതാമതേ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ എല്ലാ പ്രഭാഷണങ്ങളിലും പറഞ്ഞിരുന്നു അദ്ദേഹം. അതായത് ഈ ദേഹബുദ്ധി, ഈ ദേഹം കൊണ്ട് ഞാൻ എന്താണ്? ദേഹബുദ്ധ്യാ തു ദാസോസ്മി, അങ്ങയുടെ ദാസനാണ് ഞാൻ. അതുകൊണ്ടാണ് ദാസഭാവത്തിൽ അങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ അങ്ങയുടെ ദാസനാണ്.
ജീവബുദ്ധ്യാത്വദംശക, ജീവബുദ്ധി കൊണ്ട്, അതായത് എൻ്റെ ജീവൻ എവിടെ നിന്ന് വന്നതാ? ആ ശ്രീലകത്തിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ പരമാത്മാവ. ആ പരമാത്മാവിൽ നിന്നൊരു അംശം തന്നിട്ടാണ് നമ്മളെ എല്ലാ അംശാവതാരങ്ങളായിട്ട് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഇതിനുള്ളിലിരിക്കുന്ന ജീവൻ, ജീവബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ ഞാൻ അങ്ങയുടെ ഒരു അംശം, ഒരു പൊട്ട്, ഒരു കണിക മാത്രമാണ്. അതേസമയം എന്താണ്? ആത്മബുദ്ധ്യാ ത്വമേവാഹം. ആത്മാവ്, എൻ്റെ ആത്മാവ് എന്താന്ന് ചോദിച്ചാൽ അത് അങ്ങ് തന്നെ, അങ്ങും ഞാനും ഒരേ ആത്മാവാണ്. ഇതാണ് എന്തെന്നറിയോ? അഹം ബ്രഹ്മാസ്മി. നിങ്ങളവിടെ തൊഴുത് പ്രദക്ഷിണമൊക്കെ വെച്ച് ഇങ്ങനെ വലത്ത് വെച്ച് വന്നിട്ട് കണ്ണടച്ച് തൊഴുതിട്ട് അങ്ങോട്ട് നമസ്കരിക്കില്ലേ? അപ്പം നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന ആ ഉയർന്ന ഒരു ഭാവത്തിലേക്ക് ഉയരും. കാരണം അങ്ങ് ആ ശ്രീലകത്തിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ എന്ന പരമാത്മാവും എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ജീവാത്മാവും ഒന്ന് തന്നെയാണ് എന്ന ആ മനോഭാവത്തിലേക്ക് നമ്മൾ ഉയരും. വേദം പഠിച്ചു കഴിഞ്ഞാൽ സന്ധ്യാവന്ദനം ചെയ്യും. സന്ധ്യാവന്ദനം ചെയ്ത് സമർപ്പിക്കുമ്പോൾ ആദിത്യദേവനോട്, സൂര്യഭഗവാനോട് ഒരു പ്രാർത്ഥന ഉണ്ട്. ഇവിടെ നെഞ്ഞത്ത് കൈവയ്ക്കാൻ പറയും ആചാര്യൻ. ഈ നെഞ്ഞത്ത് കൈവച്ചിട്ട് പറയും അസാവാദിത്യോ ബ്രഹ്മ ബ്രഹ്മൈവ അഹമസ്മി. അതായത് ആദിത്യ ഭഗവാനെ, അങ്ങ് ബ്രഹ്മമാകുന്നു, ഈ ഞാനും ബ്രഹ്മമാകുന്നു. അതാണ് ഈ ശ്ലോകത്തിലൂടെ ഹനുമാൻ സ്വാമി പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ശ്രീരാമചന്ദ്ര സ്വാമിക്ക് ഇതിലും വലിയ സന്തോഷമില്ല. കെട്ടി അങ്ങോട്ട് പിടിച്ചു ഇത്രേ. സീതാദേവിയെ കൂടാതെ ഹനുമാനെ കെട്ടിപ്പിടിക്കുന്നത് കാണുന്നുണ്ടല്ലോ. അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഗുഹനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. വെറും കാട്ടാളനായിരുന്നു അല്ലേ. നിർണയം നൈഷാദ ജന്മവും പാവനം എന്ന് ഗുഹൻ പറയുന്നുണ്ടല്ലോ രാമായണത്തിൽ. ഇവിടെ അനുഗ്രഹിച്ചു ത്രേ. ഹനുമാനെ, അങ്ങയെ പോലെ കറ കളഞ്ഞ ഭക്തി വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാ. ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മളും എങ്ങനെ മാറണം? ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ മരണത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ വേഗം മനസ്സിലാവും. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ജീവിച്ചു. അടുത്ത വീടുകളിലൊക്കെ മരണം സംഭവിക്കുമ്പോൾ നമ്മൾ പോവും. ഏറ്റവും വലിയ മായ അതാണത്രേ. ധർമ്മപുത്രരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രേ, ഒരു ആശ്ചര്യകരമായ കാര്യം പറയൂന്ന് മഹാഭാരതത്തിൽ. അപ്പോൾ പറഞ്ഞു അത്രേ, ഒരു മരണം കണ്ടിട്ട് മനുഷ്യൻ എനിക്ക് ഇനി മരണമൊന്നും ഇല്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നതാണ് അത്ര ഏറ്റവും വലിയ നമുക്ക് ആശ്ചര്യം. നമ്മളെ ഒരു വീട്ടിലെ കുടുംബത്തിൽ മരണം ഉണ്ടായി, നമ്മളത് പോയി കണ്ടുവന്ന് കുളിച്ചാൽ നമ്മളത് മറന്നൂലേ, ആ വിഷമം പോയി. പിന്നെ നമ്മൾ സാധാരണ പോലെ ജീവിക്കുക. ഇങ്ങനെ കുറേ പ്രഭാഷണമൊക്കെ കേൾക്കും, മുത്തശ്ശി അവിടെ നിന്ന് രാമായണമൊക്കെ അങ്ങനെ ചൊല്ലി പോകുന്നുണ്ടാവും, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. എങ്കിലും നമുക്ക് എന്ത് മനസ്സിലാവുന്നില്ല, എനിക്കും ഒരു മരണം ഉണ്ട്. അപ്പം എന്താ മരണം? നമ്മൾ പറയും ബോഡി വന്നു. അതായത് ഈ ജീവൻ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയാൽ ഇത് വെറും എന്തായി? ദേഹം മാത്രമായി മാറി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഹനുമാൻ സ്വാമി പറയുന്നത്, ഈ ദേഹത്തിൽ നോക്കുമ്പോൾ ഞാൻ അങ്ങയുടെ വെറും ദാസനാണ് ദേഹം കൊണ്ട്. പക്ഷേ എൻ്റെ ജീവബുദ്ധ്യ എന്താ അങ്ങയുടെ ഒരു അംശം മാത്രമാണ്. ദേഹം നോക്കുമ്പോൾ ഞാൻ വെറും ദാസനാണ്, ജീവൻ നോക്കുമ്പോൾ അങ്ങയുടെ അംശമാണ്. ത്വദംശക, അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ അംശമാണ് ഹനുമാൻ സ്വാമി. നമ്മളും അങ്ങനെ തന്നെ. നമ്മുടെ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് മരണത്തോടുകൂടി നമ്മളോട് വിട പറഞ്ഞ് ഇവിടുന്ന് പോവുക. വന്നപ്പോൾ എന്തേ കൊണ്ടുവന്നിട്ടുള്ളൂ? ഈ ശരീരം കൊണ്ടുവന്നു. 2 കിലോ. അതും ആര് കഴിച്ചതാ? അമ്മയും അച്ഛനും കഴിച്ച ഭക്ഷണത്തിൽ നിന്നാ. അതിൽ ജീവനായി തുടിക്കുന്നത് ആരാ? ഈശ്വരൻ്റെ ഒരു അംശം. അതാണ് ജീവബുദ്ധ്യാ ത്വദംശക എന്ന് പറയുന്നത്. ജീവൻ ഇതിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ ആത്മാവ് തന്നെയാണ്. ഭഗവാന്റെ പരമാത്മാവിൻ്റെ ഒരു പൊട്ട്, ഒരംശമാണ് നമ്മുടെ ജീവാത്മാവ്. ഇത് എവിടുന്നാ വന്നത്? ഭഗവാനിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീരാമചന്ദ്ര സ്വാമിയിൽ നിന്നും വന്നെങ്കിൽ അത് അങ്ങോട്ട് തന്നെ എത്തണ്ടേ? അത് തിരിച്ചങ്ങോട്ട് തന്നെ എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യാം. എന്തിനാ ഇപ്പം എപ്പോഴും നാമം ചെല്ലണേന്ന് ചോദിക്കൂ. എന്തിനാ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത്? സൽപ്രവർത്തി, സൽചിന്ത, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഭഗവത് സേവ, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആണ് നമ്മളുടെ ഈ ജീവനെ വന്നിടത്തേക്ക് തന്നെ എത്തിക്കുക, ആത്മാവിനെ അങ്ങോട്ട് എത്തിക്കുക. ശരീരം എവിടുന്നാ വന്നേ? നമ്മൾ എന്തൊക്കെ കഴിച്ചു ജനിച്ചത് മുതലല്ലേ? അമ്മയും അച്ഛനും വയറ്റിൽ കിടക്കുമ്പോൾ കഴിച്ച ഭക്ഷണം കൊണ്ട് ഈ 2 കിലോ ശരീരം കിട്ടി. പ്രസവിച്ച് വന്നപ്പോഴേക്ക് തുടങ്ങി എന്താ? കുറേശ്ശെ കുറുക്ക് കൊടുക്കാൻ തുടങ്ങിയില്ലേ? അമിഞ്ഞപ്പാല് വെള്ളമായിട്ട്. പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ശരീരം. അതായത് ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് 5 സാധനങ്ങളെ കൊണ്ടാണ്. എന്തൊക്കെയാ പഞ്ചഭൂതങ്ങൾ?
ആകാശം, വായു, മണ്ണ്, അഗ്നി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ. മണ്ണാണ് നമ്മൾ കഴിക്കുന്ന അരിയും ഭക്ഷണ സാധനങ്ങളും എല്ലാം. എവിടുന്നാ കുമ്പളങ്ങ ഉണ്ടാവുന്നേ? മണ്ണെന്നല്ലേ. അപ്പോൾ ആ മണ്ണിനല്ലേ നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് ആ മണ്ണ് എങ്ങോട്ട് കൊടുക്കണം? കഴിച്ച കുമ്പളങ്ങ മുഴുവനും മണ്ണായിട്ട് തിരിച്ചു പോകണ്ടേ? ഈ ശരീരം അങ്ങോട്ട് തന്നെ പോകണം. അതുപോലെ തന്നെ വെള്ളം ഇവിടുന്നെടുത്ത് കുടിച്ചില്ലേ, ശരീരം എത്ര പോരിച്ചില്ലേ, ആ വെള്ളമൊക്കെ തിരിച്ചു പോകണ്ടേ? ഈ ശരീരത്തിലുള്ള സർവ്വം, ശരീരം ഇരിക്കാനൊരു സ്പേസ് ഉണ്ട്, അതാണ് ആകാശം എന്ന് പറയുന്നത്. നമ്മളെന്നും ഇവിടെ തന്നെ ഇരുന്ന് അവിടെ വേറൊരു ആചാര്യൻ വന്ന് ഇരിക്കണ്ടേ? അടുത്ത വർഷവും വരട്ടെ ശോഭ ടീച്ചർ, 4 വർഷവും വരട്ടെ, അത് പറ്റുമോ? പറ്റില്ലല്ലോ. ആചാര്യന്മാർ മാറി മാറി വരുന്നില്ലേ? കഴിഞ്ഞ വർഷങ്ങളിൽ വേറെ ആചാര്യന്മാർ വന്നില്ലേ? എന്തുകൊണ്ടാ? മാറ്റം പ്രകൃതി നിയമമാണ്. പക്ഷേ നമ്മളുടെ സുഹൃതം കൊണ്ട് ഏതെങ്കിലും ഒരു വർഷത്തിൽ ആ തേവർ അവിടെ ഇരുന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് ഈശ്വര കഥകൾ പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ കുടിച്ച വെള്ളവും കഴിച്ച ഭക്ഷണവും ഒക്കെ ശരീരമായി, മാംസവും മജ്ജയും രക്തവുമായി മാറി എങ്കിൽ എന്ത് ചെയ്യണം? അതെല്ലാം എവിടെ നിന്നാണോ എടുത്ത്, അടുത്ത വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് പഞ്ചസാര വാങ്ങിയില്ലേ വിരുന്നുകാരൻ വന്നപ്പോൾ? പണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഇപ്പം അതൊന്നുമില്ല. എന്താ ചെയ്യുക? ആ 1 കിലോ കൊടുന്ന ആദ്യ ക്ലാസ് വടിച്ചളന്നോ എന്നൊക്കെ പറയാം അമ്മ. എന്നിട്ട് എന്ത് ചെയ്യും? അത് അതേപോലെ കൊണ്ടുപോയി കൊടുക്കും. അപ്പം എന്താ? ഈ പ്രകൃതിയിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ എന്ത് നമ്മളെടുത്ത് ജീവിതത്തിന് ഉപയോഗിച്ചാലും നമ്മളത് തിരിച്ചു കൊടുത്തേ പറ്റൂ. അത് പ്രകൃതി നിയമമാണ്. ആ നിയമമാണ് മരണത്തിലൂടെ സംഭവിക്കുന്നത്. ഈ സത്യം, ആ പൊരുൾ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മരിക്കാൻ പേടി ഉണ്ടാവുമോ? എപ്പോൾ വേണമെങ്കിലും വന്നോളൂ, ഞാൻ പോരാന്ന് പറയും. പക്ഷെ നമുക്ക് എന്താണെന്നറിയോ? ഒട്ടല ചക്ക മുറിക്കുമ്പോൾ നമ്മൾ ഇത്തിരി എണ്ണയുടെ പുരട്ടിയാൽ ഒട്ടുമോ? പിന്നെ ഇല്ലാലോ. നല്ല സുഖമായി, വല്ലാതെ ഒന്നും ഒട്ടില്ല. പക്ഷേ നമ്മളെന്താ ചെയ്യുക? ആ എണ്ണ, ആത്മീയതയാകുന്ന എണ്ണ പുരട്ടാൻ ഹിന്ദു തയ്യാറല്ല. ആദ്യം നമ്മൾ ജ്ഞാനപ്പാനെടുത്ത് കയ്യിൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് കുട്ടിയോട് അത് വായിച്ച് പഠിക്കാൻ പറയാം, കൂടെ ഇരുന്ന് വായിപ്പിക്കുക. എന്താണോ ഏറ്റവും ലളിതമായ വേദസാര തത്വം ഉള്ള കുഞ്ഞു ഗ്രന്ഥാണ് ജ്ഞാനപ്പാന. അത് കഴിഞ്ഞാൽ ഹരിനാമ കീർത്തനം ചൊല്ലാൻ പറയുക. വെറുതെ ചൊല്ലട്ടെ, കുറേ ചൊല്ലുമ്പോൾ അത് ഇവിടെ ഈ വിത്ത് മുളയ്ക്കൽ തുടങ്ങും. അത് കഴിഞ്ഞാൽ രാമായണം കയ്യിൽ കൊടുക്കുക. അതിനും ശേഷമാണ് ഈ ഭഗവത്ഗീതയ്ക്ക് എടുത്ത് കൊടുക്കാവൂ. ഭഗവത്ഗീതയിലൂടെ പോകുമ്പോൾ മായയെക്കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. അതായത് ദുർഗയുടെ മുന്നിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി മാത്രം മതി എന്ന് വിചാരിക്കാറുന്നില്ലേ? എന്തുകൊണ്ട് ശ്രീ ദുർഗയെ കിഴക്കോട്ടന്നെ തിരിച്ചു വെച്ചു? കാരണം ധർമ്മത്തിനെ കുറിച്ചും സത്യത്തിനെ കുറിച്ചും ശ്രീരാമചന്ദ്രസ്വാമി പഠിപ്പിക്കുമ്പോൾ സേവനം, ഭക്തി എന്താണെന്ന് ദാസനായിട്ട് ഹനുമാൻ സ്വാമി പറയുക. ഇത് രണ്ടും ഉണ്ടെങ്കിലും നമ്മുടെ മുകളിൽ ആരുണ്ട്? ദേവീം ഹേഷാ ഗുണമയീം മമ മായാ ദുരത്യയാ. എൻ്റെ മായ നിങ്ങളിലുണ്ട്. എന്താ രാമായണം പറയുന്നത്? മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു. ഇതൊന്നുമില്ല, പറഞ്ഞൊന്നും നുള്ളി വെക്കും നമ്മളിലെ. അയ്യോ ഇത് സ്വപ്നമാണോ എന്ന്. ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. കാരണം ഇതിനെ എല്ലാം അതിജീവിക്കാൻ ദുർഗയായി, ശക്തിയായി ആ ശ്രീ പരമേശ്വരി അവിടെ ഉണ്ടാവണം. ഈ മായയെ അതിജീവിക്കാൻ നമുക്ക് ആരാ ശക്തി തരിക? ശ്രീ ദുർഗ. അതുകൊണ്ടാണ് ഭഗവതിയെ കൂടി അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് മൂന്നും കൂടിയും ഉള്ള ആ ഒരു സുഖം ഉണ്ടല്ലോ, ഈ 3 പേരുടെയും അനുഗ്രഹം നിങ്ങൾക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ഇനി വേറെ എങ്ങോട്ടും പോവാനില്ലല്ലോ. ഭഗവതിയുടെ ആഘോഷങ്ങൾ വരില്ലേ? നവരാത്രി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഭഗവതി ഉണ്ട്. ഇനിയിപ്പോൾ ദാ കർക്കടകം തുടങ്ങുക ഇല്ലേ? രാമായണ മാസമൊക്കെ ആചരിക്കാറില്ലേ? സമ്പൂർണ്ണം നടത്താറുണ്ടോ? സമ്പൂർണ്ണമൊക്കെ വേണ്ടി ഇരുന്നാണ്ടല്ലോ അതങ്ങോട്ട് ലയിക്കും. ആ സ്തുതികൾ, എത്ര സ്തുതികളാ! ആ സ്തുതികളിലൂടെ അങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, അത് നിങ്ങൾ ഒന്നിച്ചിരുന്ന് അങ്ങനെ ചൊല്ലി സമർപ്പിക്കുമ്പോൾ ആ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോ വെച്ച്, എന്നിട്ടല്ലേ രാമായണം ചൊല്ലാറ്, ഒരു തളികയിൽ ഇത്തിരി പൂക്കളും ആയി വന്ന് ഓരോ കാണ്ഡം സമർപ്പിക്കുക, അല്ലെങ്കിൽ ഓരോ അധ്യായങ്ങളും അങ്ങനെ സമർപ്പിച്ച് പോകുമ്പോൾ ഈ സ്തുതികൾ വരുമ്പോൾ അങ്ങനെ സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് അനുഭവിച്ചെന്നെ അറിയണം. അതാ ഞാൻ പറഞ്ഞത്, പ്രതിഷ്ഠാദിന മഹോത്സവം എന്ന് പറയുമ്പോൾ ഉത്സവം എന്താ? ഇവിടെ വന്ന് ശുദ്ധമായ മനസ്സോടെ, മനസ്സ് ശുദ്ധീകരിക്കാൻ ഭഗവാനെ തൊഴുക, അങ്ങനെ ആ ഈശ്വര സാന്നിധ്യം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം. ഞാൻ പറഞ്ഞില്ലേ പലരും പല സ്ഥലത്താവുന്നു, അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ എന്നെ സാധിക്കുമെന്ന്. ഇപ്പോൾ എത്ര നേരം? 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് വന്നത്. വഴിയിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായി, എന്തെങ്കിലും പറ്റി ഇവിടെ എത്തില്ലാലോ, ആര് അനുഗ്രഹിക്കണം? ശ്രീരാമചന്ദ്രസ്വാമി തീരുമാനിക്കണം ഇത്ര മണിക്ക് കറക്റ്റ് ഇവിടെ എത്തണം. ഞങ്ങളൊന്ന് വഴി തെറ്റി കുറച്ചങ്ങോട്ട് പോയെങ്കിലും പിന്നെ അങ്ങോട്ട് പോന്നു. അപ്പോൾ അതാരാണ്? അപ്പോൾ നമ്മൾ മനസ്സ് മേധാസൂക്തണ്ട് വേദത്തിൽ, മേധയായി ബുദ്ധിയായി ഭഗവാൻ അങ്ങോട്ട് വിളങ്ങി നിന്നിട്ട് പറയാണ് അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വരൂ, സമയത്ത് ഇവിടെ എത്തണം. അങ്ങനെ നമുക്ക് അനുഭവങ്ങൾ വരും, ഒരുപാട് അനുഭവങ്ങൾ നമ്മളുടെ കൂടെ ഭഗവാൻ വന്നില്ലെങ്കിലും മറ്റുള്ള വ്യക്തിയിലൂടെ നമ്മളിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്ന് വിളിച്ചോതിക്കൊണ്ടിരിക്കും അമ്പലത്തിലേക്ക് വന്നാൽ. അതുകൊണ്ട് ഒരിക്കലും കൂട്ടപ്രാർത്ഥന നിങ്ങൾ മുടക്കരുത്. ആ ഒന്നിച്ചങ്ങോട്ട് വിളിക്കുമ്പോണ്ടല്ലോ, പൊതുവേ എന്താ പറയുന്നോ, തരാത്ത നായരോട് വിടാതെ ഇറക്കണം. നായന്മാരുണ്ടെങ്കിൽ ക്ഷമിക്കുക.
ഇവിടെ വന്ന് നിങ്ങൾ ഒരാൾ പ്രാർത്ഥിച്ചു, 2 ആൾ പ്രാർത്ഥിച്ചു, ഒരു 5, 8, 10 ആളൊക്കെ ഒരു ദിവസം പ്രാർത്ഥിച്ചു, അതുപോലെയല്ല ഒന്നിച്ച് നിങ്ങൾ കൂട്ടമായി ഇവിടെ വന്നിരുന്നിട്ട് ഭഗവാനെ വിളിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ശക്തിയാണ്. ഒന്നിച്ച് വിളിക്കുമ്പോൾ ഇരിക്കപ്പുറത്തില്ല, ഭഗവാനെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒന്ന് കണ്ണു മുഴിച്ച് നോക്കൂത്രേ, എന്താ ഇപ്പം ഇന്ന് ഇത്ര തോനെ ഒരു ഒച്ചയും വിളിയൊന്നും ഉണ്ടാവാത്തതാണല്ലോ. അതും ഭഗവത് നാമങ്ങളാ പൊങ്ങണേ. നാമജപത്തിന് മാത്രമാണ് അത്രേ അമ്പലത്തിൽ വന്ന നാവ് അല്ലെങ്കിൽ വായ പൊളിക്കാൻ പാടുള്ളൂ. അപ്പം സന്തോഷമാവും. ഭഗവാൻ ആ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഈശ, ആ ഒരു നോട്ടം മതി, അതിൽ നമുക്ക് അനുഗ്രഹം കിട്ടും. അപ്പോൾ ആ അനുഗ്രഹം ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുക. പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ. ഈ അനുഭവങ്ങളിലൂടെ അങ്ങനെ അത് ആസ്വദിച്ച് അനുഭവിച്ച് എങ്ങനെ ചെയ്യണം? ആത്മാനുഭൂതി നേടണം. അതൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവിടെ വന്നിരുന്ന് നിങ്ങൾ ഭജന അടിക്കാറില്ലേ? വൃശ്ചിക മാസം വന്നാൽ ആ ഭജന പറഞ്ഞത് ഭജനാനന്ദം. ഭജനയോടൊപ്പം അങ്ങനെ തുള്ളി അല്ലേ. ഇവിടെ എന്താ ഹനുമാനല്ലേ? വായുപുത്ര ഹനുമാനേ രാമഭക്ത ഹനുമാനേ കദളിപ്പഴങ്ങൾ വെച്ചിട്ടൊരു നാൾ വിളിച്ചപ്പോൾ ഓടി 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 വന്ന ഭഗവാനെ എന്നാണ് വിളിച്ചു കഴിഞ്ഞാൽ അതെല്ലാവരും കൂടി ആ ചിലമ്പപ്പറയൊക്കെ കൊട്ടിയിട്ട് അയ്യോ ആ ചെറുപ്പത്തിൽ അതിൻ്റെ ഒപ്പം ഇരുന്ന് ആടിത്തുള്ളി വീട്ടിലേക്ക് പോരഷ്ടമുണ്ടാവില്ല. അവസാനം മംഗളം ചൊല്ലുമ്പോൾ തോന്നും അയ്യോ നടടച്ചോ. അങ്ങനെ ഒരാതാ ഭജനാനന്ദം എന്ന് പറയണത്. വീട്ടിലെന്താ വിഷയാനന്ദം തന്നെയുള്ളൂ. എന്ത് ചെയ്താലും കുറ്റല്ലേ. വീട്ടിൽ ചെന്നാൽ മുതിർന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുറ്റം, അവളാ ചെയ്തില്ല അത് ചെയ്തില്ല. ഇവിടെ വന്നാൽ അമ്മായിമ്മയ്ക്കും കുറ്റം, അവളാ ചെയ്ത് ശരിയായില്ല അത് ചെയ്തല്ലേ. കുറ്റം കൊണ്ട് അങ്ങോട്ട് കൂലി തരും. ഇപ്പോൾ ഭർത്താവും മക്കളും ആണെങ്കിലും എല്ലാവരും അനുഭവം അതന്നെയാവും. സദ്യ നടത്തി നോക്കുമ്പോൾ അമ്പലത്തിൽ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറ്റം കൊണ്ടാണ് കൂലി തരും. ഈ ജീവിതത്തിൽ എന്ത് ചെയ്താലും വലിയൊരു സന്തോഷമൊന്നും കിട്ടില്ല. പക്ഷേ ഈശ്വരീയമായ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ, ഒരു ഭജന ചൊല്ലുമ്പോൾ, ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ, ഈശ്വരനാമങ്ങൾ കേൾക്കുമ്പോൾ, ഭഗവാനെ അങ്ങനെ തൊഴുതു വന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുമ്പോൾ അപ്പോൾ വേറൊരു സുഖല്യേ. അതെന്ന് പറഞ്ഞാൽ അതാണ് എന്ത്? ആത്മാനന്ദം എന്ന് പറയുന്നത്. അത് ഇവിടെ വന്നിട്ട് അങ്ങനെ ആഘോഷിക്കണം. വിഷയാനന്ദം കഴിഞ്ഞ് ഭജനാനന്ദം കഴിഞ്ഞ് ആത്മാനന്ദം അങ്ങനെ നുകരുക. ഭഗവാനോട് തന്നെ അങ്ങനെ ചേർന്ന് നിൽക്കുക. അവസാനം എന്താ പറഞ്ഞത് ഹനുമാൻ? ആത്മബുദ്ധ്യാ ത്വമേവാഹം, ആത്മാവ് കൊണ്ട് ഞാനും അങ്ങും ഒന്നല്ലേ ശ്രീരാമചന്ദ്ര. അതുപോലെ ഒന്നായി മാറുക. ഈ ആത്മാവിനെ വന്നിടത്തേക്ക് തന്നെ ആ ശ്രീലകത്തായിരിക്കണമെന്ന് നമുക്ക് തോന്നും. അത് ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ടെന്ന് നമ്മുടെ പൂർവികർ മനസ്സിലാക്കി അതിനെ ഒരു പ്രത്യേക പൂജയിലൂടെ മന്ത്രങ്ങളിലൂടെ ആവാഹിച്ചെടുത്ത് ആ ബിംബത്തിൽ അങ്ങനെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുക. ആർക്ക് വേണ്ടി? നമുക്ക് ആരാധന നടത്താൻ. ഇവിടെ വന്ന് നിന്ന് തൊഴുമ്പോൾ അത്ര സുഖമില്ലല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് തൊഴുമ്പോൾ നമ്മൾ പൂജിക്കുന്ന പൂജാമുറിയേക്കാളും ഒരുപടി മുന്നിൽ തന്നെയാണ് ഒരു പഠിച്ച ബ്രാഹ്മണൻ പൂജിക്കുന്ന ക്ഷേത്രത്തിൽ വരുമ്പോൾ. അത് ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ ആത്മീയ വിദ്യാലയങ്ങളായി മാറണം എന്ന് പറഞ്ഞത്. ആ ആത്മീയ വിദ്യാലയത്തിൽ വരുമ്പോൾ ഇപ്പോൾ ഉത്സവം എന്ന് പറയുമ്പോൾ ഇവിടെ ആരൊക്കെ കൂടി? 3 തലമുറകൾ ഇവിടെ ഉണ്ടായിരിക്കും. എന്താ 3 തലമുറ എന്ന് പറഞ്ഞാൽ? ചെറിയ കുട്ടികൾ ഉണ്ടായിരിക്കും. അവർക്ക് ഇവിടെ വരുമ്പോൾ സംസ്കാരം, ഇതാണ് എൻ്റെ ഹൈന്ദവനായി ജനിച്ചാലുള്ള എൻ്റെ സംസ്കാരവും ആചാരങ്ങളും, അമ്പലത്തിൽ ഇന്നതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കും. ചുരുക്കി പറയാട്ടോ. ഇനി അത് കഴിഞ്ഞാലോ, കുറച്ച് കഴിഞ്ഞാൽ വരുന്നവരാണ് സേവനം ചെയ്യുന്ന ഒരു കൂട്ടം യുവാക്കളുണ്ടായിരിക്കും. അവർ കുട്ടികൾ അത് കണ്ടുപഠിക്കും. ആ ചേട്ടന്മാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പം ഞാനും മുതിർന്ന് അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കും. ഒന്നും വേണ്ട, ആ സദ്യ വിളമ്പുമ്പോൾ നോക്കുകൊണ്ടു കുഞ്ഞു കുട്ടന്മാരാ വന്നിട്ട് ഉപ്പും പുളിയിഞ്ചിയൊക്കെ വിളമ്പുന്നത് കാണാം ഇല്ലേ. അവർക്ക് അറിയൊന്നുമില്ല. നാക്കലയാണ്. നമ്മുടെ നാവിൻ്റെ അതേ ഷെയ്പ്പാണ് നാക്കല എന്ന് പറയുമ്പോൾ. നോക്കൂ, പ്രകൃതിയുടെ ഒരു വിളയാട്ടം, ബ്രഹ്മാവിൻ്റെ ഒരു സൃഷ്ടി. നമ്മുടെ നാവും ഇങ്ങോട്ട് നിവർത്തി അതേപോലെ നാക്കല. അതുകൊണ്ടാണ് സദ്യക്ക് നാക്കലിട്ട് വിളമ്പുന്നത് അല്ലേ. എല്ലാവർക്കും ഒന്നും നാക്കല കൊടുക്കാൻ ഉണ്ടായിന്ന് വരില്ല. അത് തത്വം പറഞ്ഞു എന്നേ ഉള്ളൂ. ആ നമ്മളെ നാവിൻ്റെ ഏറ്റവും അറ്റത്താണ് അത്ര എരിവും പുളിയുള്ള രസമുകുളങ്ങൾ. അതേപോലെ നാക്കലയുടെ ഇടത്തേ സൈഡിലേക്ക് മുത്തശ്ശൻ പറയും, ആ എരിവും പുളിയുള്ളതൊക്കെ മോനെ ഇടത്തോട്ട് വിളമ്പൂലേ. അച്ചാറും പുളിയിഞ്ചൊക്കെ ഇടത്തെ സൈഡിലല്ലേ, നാവിൻ്റെ ഇവിടെയല്ലേ വിളമ്പുക. അത്ര വരെ നമ്മൾ ആലോചിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഇനി കാണുന്നതാണ് മുതിർന്നവർ, ഇത്തിരി പ്രായം ചെന്നവർ. അവർ അറിവും അനുഭവവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. ഇതിൻ്റെയൊക്കെ കേന്ദ്രമാണ് എന്ത്? ക്ഷേത്രം എന്ന് പറയുന്നത്. അതായത് ക്ഷേത്രത്തിൽ ഉത്സവം നടത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാംസ്കാരിക കൂട്ടായ്മ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ഇങ്ങനെ പിൻ ഡ്രോപ്പ് സൈലൻസിൽ നിങ്ങൾ ഇരിക്കുന്നില്ലേ? 12 മണിക്ക് ഇവിടെ എന്തോ ഒരു പൂജ ഉണ്ടെന്ന് തോന്നുന്നു ഇല്ലേ? ഇത്ര സമയം പറഞ്ഞാൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഒന്നുമില്ല. ഒരു കഥയും കൂടിയും പറയാം അല്ലേ. കഥ കേൾക്കുമ്പോൾ സന്തോഷം, പക്ഷേ അതിൽ തത്വങ്ങളും കൂടി മനസ്സിലാക്കണം. ഒരു ദിവസം സീതാദേവി, കർക്കിടകല്ലേ വരുന്നത്, പിന്നെ ശ്രീരാമചന്ദ്രനും അതന്നെയാണ് ഇവിടെ പറയേണ്ടത്. സീതാദേവി കുളിച്ച് അണിഞ്ഞൊരുങ്ങി കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാത്രേ. അപ്പോഴാണത്രേ ഹനുമാൻ സ്വാമി അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ സീതാദേവി കുങ്കുമച്ചെപ്പിൽ നിന്നും, പണ്ടൊക്കെ കുങ്കുമുണ്ട് ഇപ്പോൾ സ്റ്റിക്കറല്ലേ, കുങ്കുമച്ചെപ്പിൽ നിന്നും ഒരു നുള്ള് സിന്ദൂരം എടുത്തിട്ട് ആദ്യം നെറ്റിയിൽ ചാർത്തി, അത് കഴിഞ്ഞ് നെറുകിൽ പൂശുന്നത് കണ്ടു. ഈ നെറുകിൽ ഉള്ളത് അങ്ങനെ കണ്ടിട്ടില്ല ഹനുമാൻ സ്വാമി.
വാനരന്മാരും കണ്ട് ഇഷ്ടം പോലെ ഭാര്യമാരൊക്കെ ആയിട്ട് തന്നെ അവരും ജീവിക്കുന്ന കഥ വരുന്നുണ്ടല്ലോ രാമായണത്തിൽ. ഇതിങ്ങനെ അത്ഭുതത്തോടെ നോക്കി മാറിയിരുന്നു അത്രേ. അപ്പോൾ സീതാദേവി മന്ദസ്മിതത്തോടെ ചോദിക്കുക, എന്താ ഹനുമാനെ താൻ നോക്കിക്കൊണ്ടിരിക്കണേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുകൂടി അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ മുഖത്തേക്ക് വീണ്ടും വീണ്ടും നോക്കിയിട്ടേ, അമ്മ എന്തിനാണ് ഇപ്പോൾ ആ സിന്ദൂരം മുകളിൽ നെറ്റിയിൽ സീമന്ത സിന്ദൂരം ചാർത്തിയത്, നെറുകയിൽ ചാർത്തിയത് എന്ന് ചോദിച്ചു. അപ്പോൾ സീതാദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹനുമാനെ, എൻ്റെ പ്രഭുവിന് ക്ഷേമവും ഐശ്വര്യവും ദീർഘായുസ്സും ഉണ്ടാവാനാണ് ഞാൻ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തിയത്. ഹനുമാൻ സ്വാമിക്ക് സന്തോഷമായി. ഇവിടുന്ന് ചാടി തുള്ളി നടന്ന് വേഗം അവിടുന്ന് പോന്നു. ഹനുമാൻ്റെ കൊട്ടാരത്തിലെത്തി. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഹനുമാൻ ചിന്തിച്ചു, എൻ്റെ പ്രഭുവിന് ഐശ്വര്യവും ദീർഘായുസ്സും ക്ഷേമവും ഉണ്ടാവാൻ ഒരു നുള്ളു സിന്ദൂരത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തിൽ മുഴുവൻ അതാണ്ട് പൂശിയായി എത്ര കാര്യമായി ആലോചിച്ചു. എന്നിട്ട് ഒരു ഡപ്പി സിന്ദൂരം, തികയുന്നില്ല, 2 ഡപ്പി സിന്ദൂരം, നല്ല അധികാരനല്ലേ, അത് കൊണ്ടുവന്ന് മേലാസകലം പറ്റുന്ന പോലെയൊക്കെ സിന്ദൂരം അങ്ങോട്ട് ചാർത്തി. എന്നിട്ട് ഹനുമാൻ അങ്ങോട്ട് ശ്രീരാമൻ്റെ സന്നിധിയിലേക്ക് കയറി വരികയാണ്. അത് കണ്ടപ്പോൾ ശ്രീരാമസ്വാമി സാധാരണ ഹനുമാൻ വരുന്ന വരവല്ലല്ലോ, ആകെ ഒരു ചുമന്ന കുട്ടനായിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താ ഹനുമാനെ കാണിച്ചു വെച്ചിരിക്കണേ എന്ന് ചോദിച്ചു. അപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു, ഹേ പ്രഭു, ഇന്ന് രാവിലെ ഞാൻ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ സീതാദേവി സിന്ദൂരം ചാർത്തുന്നത് കണ്ടു സീമന്തരേഖയിൽ. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ഭക്തന്മാർ ഇഷ്ടമുള്ളവർ ഒരു നുള്ളു സിന്ദൂരം ചാർത്തിക്കഴിഞ്ഞാൽ അങ്ങേക്ക് അത്രയും ക്ഷേമവും ഐശ്വര്യവും ദീർഘായുസ്സും ആണ് എന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ അങ്ങയുടെ ഭക്തനല്ലേ, അങ്ങയോട് എനിക്ക് ഇഷ്ടമാണല്ലോ, എനിക്ക് വേറെ ആരോടും ഇഷ്ടമില്ല, അങ്ങയോട് മാത്രമേ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ദേഹാസകലൻ സിന്ദൂരം ചാർത്തിയാൽ എത്ര ക്ഷേമ അങ്ങേക്ക് വരും, എത്ര ഐശ്വര്യം വരും, എത്ര ദീർഘായുസ് വരും, അതിനു വേണ്ടി ചെയ്തതാണ്. ആ കറ കളഞ്ഞ് നിഷ്കളങ്കമായ ഭക്തി കണ്ടപ്പോൾ ഭഗവാൻ ഹനുമാനെ ചേർത്ത് പിടിച്ചിട്ട് അങ്ങോട്ട് അനുഗ്രഹിച്ചു അത്രേ. വാനരനായ ഹനുമാനെ ഭഗവാൻ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുമ്പോൾ മനുഷ്യജന്മം തന്നെ കിട്ടിയിട്ട് നമ്മൾ രാമനാമം ചൊല്ലി, ഇവിടെ ഈ കർക്കടകത്തിൻ്റെ എന്താ പറയുക, നമ്മൾ കർക്കടകത്തിൻ്റെ സംക്രാന്തി എന്ന് പറയാം, ആ ഒരു വേളയിൽ ഇവിടെ പ്രതിഷ്ഠാ ദിനത്തിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് രാമകഥ പറയുമ്പോൾ ഭഗവാൻ നിങ്ങളെ എത്ര കണ്ട് അനുഗ്രഹിക്കില്ല. നിന്ന് പറയുന്ന തത്വം എന്താ? കറ കളഞ്ഞ ഭക്തി, നിഷ്കളങ്കമായ ഭക്തി, അതാണ് ഭഗവാന് വേണ്ടത്. നമ്മുടെ മനസ്സിൽ അങ്ങനെ നിറയെ എങ്ങനെയാണോ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ഹനുമാൻ ഉള്ളിൽ പ്രതിഷ്ഠിച്ച് വെച്ചത് അതുപോലെ പ്രതിഷ്ഠിക്കുക. സദാ സേവ്യ സദാ സേവ്യ. ഏത് സമയം എന്ത് ചെയ്യുക? രാമനാമം അങ്ങനെ ഉച്ചരിക്കുക. രാമ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നാണ്. ആദ്യം എന്താ പറയുന്നത്? രാമ രാമ എന്ന് പറയുക. രാ പറയുമ്പോൾ എന്താ? ശരിക്കും ഇതൊക്കെ വേദതത്വം. രാ എന്ന് പറയുമ്പോൾ ആ എന്ന് പൊളിക്കുന്നുണ്ട്, മാ എന്ന് പറയുമ്പോൾ അത് കൂട്ടുന്നുണ്ട്. നമ്മുടെ ജീവിതം എങ്ങനെയാ? ചെറുതാവുമ്പോൾ തുടങ്ങൂലേ, വായ കയറിയിട്ട് കുട്ടി ആ എന്ന് കരഞ്ഞ് ചോദിക്കല്, പാല് ചോദിക്കലു. അവസാനം നമ്മൾ എന്താ ചെയ്യണം? കഴിഞ്ഞില്ലേ? ആ തത്വം കൂടി നമ്മളെ പഠിപ്പിക്കുക. അതായത് രാമ എന്നുള്ളത് നമ്മുടെ മനസ്സിനാണെങ്കിൽ കൃഷ്ണ എന്നുള്ളത് പരബ്രഹ്മം തന്നെയാണ്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സാണ് നന്നാക്കേണ്ടത്. അതുകൊണ്ടാണ് ഹരേ രാമ എന്ന് ചൊല്ലുന്നത്. ഒരു കൂട്ടർ ഇപ്പോഴും എന്താ പഠിപ്പിച്ചുകൊണ്ടിരിക്കണേന്നോ, ഹരേ കൃഷ്ണ. അതൊക്കെ തെറ്റാണ് കേട്ടോ, മനസ്സിലാക്കുക. നമ്മളുടെ ഒരു ഗ്രന്ഥങ്ങളിലും അടിസ്ഥാന ഗ്രന്ഥങ്ങളിലും ആദ്യം കൃഷ്ണമന്ത്രം പറയുന്നില്ല. രാമൻ കഴിഞ്ഞേ കൃഷ്ണനുള്ളൂ. ആദ്യം വന്ന അവതാരം ആരാ? ത്രേതായുഗത്തിലെ ശ്രീരാമൻ കഴിഞ്ഞേ ദ്വാപരയുഗത്തിൽ കൃഷ്ണൻ വരുന്നുള്ളൂ. രാമൻ കഴിഞ്ഞേ കൃഷ്ണൻ വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഒരമ്മനോട് പറഞ്ഞു, ടീച്ചറെ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടല്ലേ ഹരേ രാമ. അല്ല, അത് തെറ്റാണ്. എന്തേ വേണ്ടു? അതൊക്കെ കാശുള്ളവരുടെ പാർട്ടീസാണ്, അങ്ങോട്ടൊന്നും പോകണ്ട. നമ്മൾ സാധാരണക്കാരായാൽ മതി. ആ വ്യക്തി അമ്പലത്തിൽ വന്ന് എന്താ പ്രാർത്ഥിച്ച്? സമ്പത്ത് വേണം. സമ്പത്ത് വന്നപ്പോൾ സമാധാനം പോയില്ലേ? അങ്ങനെ ആവണ്ട. നമുക്ക് ഇള്ളൊക്കെ മതി. നമുക്ക് ചെറുതാവുക നല്ലത്. ചെറുതായ എല്ലായിടത്തും കൊള്ളുവേ ഇല്ലേ? ചെറിയ വണ്ടിയാണ് സ്കൂട്ടർ. ഞാൻ എപ്പോഴും സന്തോഷിക്കും വളാഞ്ചേരി അങ്ങാടിയിലെത്തുമ്പോൾ. ചെറുതായതുകൊണ്ട് ബ്ലോക്കിലാണ് കയറി പോകാമല്ലോ. ചെറുതാവുമ്പോൾ വല്ലാത്തൊരു സുഖ. വലുതായി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പാടാം അല്ലേ? വണ്ടിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അതുപോലെ ഭക്തിയിലും എളിമയിലും ഞാൻ ചെറുതാണ്. ഭഗവാനെ, എൻ്റെ ഈ ദാസഭക്തി അങ്ങ് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇതാ ചെയ്യേണ്ടത്. ഇനി ശ്രീരാമചന്ദ്രസ്വാമി ജന്മം എടുത്ത് അല്ലെങ്കിൽ അവതാരം എടുത്ത് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തത്വം എന്താണ്? ഈ കഥയിൽ എന്താ പറഞ്ഞത്? നിങ്ങളെല്ലാവരും എന്നെ സേവിച്ചോളൂ, രാമനാമം മാത്രം ചൊല്ലിയാൽ മതി. അതുകൊണ്ടാണ് എനിക്ക്
സ്വർഗവും വേണ്ട നരകവും വേണ്ട, മോക്ഷം കൊടുക്കാന്ന് പറഞ്ഞു ശ്രീരാമൻ ഹനുമാൻ സ്വാമിയോട്. അപ്പം എന്താ പറഞ്ഞത്? എനിക്ക് മോക്ഷമൊന്നും വേണ്ട. എന്താ വേണ്ടത്? ഈ ആകാശ ചന്ദ്രന്മാരും സൂര്യനും ഭൂമിയും ഉള്ളിടത്തോളം കാലം രാമനാമം ചൊല്ലി അങ്ങനെ ഇരിക്കുക. എന്താ കാരണം എന്നോ, നമ്മളിപ്പോൾ നമ്മുടെ ആത്മാവിനെ ഭഗവാനിലേക്ക് ലയിപ്പിക്കുക എന്ന് പറഞ്ഞു മരിച്ചു കഴിയുമ്പോൾ. അപ്പോൾ പിന്നെ ഭഗവാൻ തന്നെ അങ്ങോട്ട് മാറിയില്ലേ, പിന്നെ നമുക്ക് ഈ ഭക്തി അനുഭവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് കൽക്കണ്ടം ആയി മാറാതെ ആ കൽക്കണ്ടം എടുത്ത് വായിലിട്ട് രുചിക്കുക. യഥാർത്ഥ കൽക്കണ്ടം ആരാ? ഭഗവാൻ തന്നെ. പിന്നെ എന്ത് ചെയ്യണം? ആ കൽക്കണ്ടത്തുനിന്ന് ഒരു പൊട്ട്, അതാണ് ഭക്തി. ഭഗവാനെ തന്നെ ഒരു കഷ്ണം നമ്മുടെ വായിലിടുക. ഭഗവാനാകുന്ന ആ ഭക്തി അങ്ങനെ ആസ്വദിച്ച് ഭക്തിയിൽ അങ്ങനെ ഉയർന്നു നിൽക്കുക, അറിവിലങ്ങനെ ഉയർന്നു നിൽക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ വിനയത്തോടുകൂടി സഹസ്രനാമം ചൊല്ലുക. നിങ്ങൾ സഹസ്രനാമം ഇവിടെ സമർപ്പിക്കാറില്ലേ? ശ്രീരാമചന്ദ്രസ്വാമി ഇരിക്കുമ്പോൾ അവിടെ എന്ത് വേണം? ശ്രീരാമരക്ഷാസ്തോത്രം എന്ന് പറയും. ഞാൻ ആദ്യം ചൊല്ലിയില്ലേ, രാമായ രാമഭദ്രായ, ആ സ്തോത്രം ശ്രീരാമ രക്ഷാ സ്തോത്രത്തിലാണ്. ഈ ശ്രീരാമ രക്ഷാ സ്തോത്രം എങ്ങനെയാണ് കിട്ടിയതെന്നറിയോ? ഭഗവാൻ ഒരു ദിവസം അങ്ങനെ ഉറങ്ങുകയാണത്രേ. ആ സമയത്ത് കൗശികമുനി സ്വപ്നത്തിൽ വന്നിട്ട് ഭഗവാനെ അനുഗ്രഹിച്ചു. ഭഗവാൻ അതെല്ലാം കേട്ടു. ഇവിടെ ഹനുമാന്റെ മുന്നിലെത്തിയ നിങ്ങൾ എന്താ ചൊല്ലാറ്? മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. നിർത്തിയ എന്താണോ? ആരെങ്കിലും ചൊല്ലുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, മുത്തശ്ശി പണ്ട് പറഞ്ഞു പഠിപ്പിച്ചത്. എന്താ? അതായത് ഈ സ്തോത്രം വരുന്നത് ശ്രീരാമരക്ഷാ സ്തോത്രത്തിലാണ്, രാമരക്ഷാ സ്തോത്രത്തിലാണ്. അതുപോലെ രാമായ രാമഭദ്രായ അതിൽ തന്നെ വരുന്നത്. ഇതൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ കൗശികമുനി ഇത് സ്വപ്നത്തിൽ ഭഗവാന് പറഞ്ഞു കൊടുത്തിട്ടും ഞാനിപ്പോൾ ഇവിടെ ഇരുന്നത് പറയണമെങ്കിൽ നമ്മുടെ പൂർവികര് ആചാര്യന്മാർ നമുക്കിത് പകർന്നു തന്നിട്ടാണ് ഇല്ലേ? ഭഗവാന് തോന്നുകയാണ് ഇത് ഞാൻ പഠിച്ചു രാമരക്ഷാ സ്തോത്രം, നല്ല സുഖമുണ്ട്, ആർക്കും പറഞ്ഞു കൊടുക്കണ്ട, അവിടെ ഇരുന്നോട്ടെ എന്ന്. ഭഗവാൻ അത് വിചാരിച്ചോ? ഇല്ലാലോ. ഭഗവാൻ എന്താ വിചാരിച്ച്? എല്ലാ അറിവുകളും എല്ലാവർക്കും കൊടുക്കണം. നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ വേദമൊക്കെ പഠിച്ചു, ഇനി ആർക്കും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. അങ്ങനെയല്ല, നമുക്ക് കിട്ടിയ എല്ലാ അറിവുകളും അറിയിപ്പാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുക. കൊടുക്കുമ്പോൾ ഇരട്ടിക്കും. ഇപ്പോൾ ഒരു വിളക്കാണ് അവിടുന്ന് അകത്തുനിന്ന് കൊണ്ടുവന്നത് ഇല്ലേ? ഇവിടെ എത്ര തിരി കത്തിച്ചു? എത്ര തിരി വേണേലും കത്തിക്കുക അല്ലേ? അത്രയും വെളിച്ചം കൂടുകയല്ലേ? അതുപോലെയാണ് ആത്മീയമായ അറിവുകൾ. ഇനി സഹസ്രനാമം ചൊല്ലി സമർപ്പിക്കുമ്പോൾ അവസാനം നിങ്ങൾ എന്താ ചൊല്ലാറ്? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനി രാമനാമവരാനന ഓം നമ ഇതേ. അങ്ങനെ സമർപ്പിക്കുക. അപ്പോൾ ആ ഒരു മന്ത്രം എഴുതുന്നിടത്ത് അത് സഹസ്രനാമത്തിലുള്ളതല്ല, അത് അവസാനം ചൊല്ലി സമർപ്പിക്കുന്നതാ. അതായത് ആ മന്ത്രവും ഈ രാമരക്ഷാ സ്തോത്രത്തിൽ കൗശികമുനി ഉപദേശിച്ചു കൊടുത്തതാ. ഭഗവാൻ എന്തിനാ എല്ലാം നമുക്ക് തന്നുപോയത്? വേണമെങ്കിൽ കുറച്ചൊന്നും കൊണ്ടുപോയിരുന്നില്ലേ? ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, നമ്മളെല്ലാം എല്ലാവർക്കും കൊടുക്കുക. ചക്ക ഒക്കെ എൻ്റെ മേലാന്ന് കരുതി പ്ലാവ് ഒന്ന് കഴിക്കുന്നുണ്ടോ? മാങ്ങ ഒക്കെ എൻ്റെ മേലാന്ന് കരുതി മാവ് കഴിക്കുന്നുണ്ടോ? അണാനും കിളികൾക്കും നമ്മളെപ്പോലുള്ള മനുഷ്യർക്കും നമ്മളെന്താ പറയുക, അതൊക്കെ കൊത്തി തിന്നൂലേ? അതിനുള്ള അത് കൊത്താതെ ഇരിക്കാനുള്ള പണി നമ്മൾ അപ്പുറത്തെടുക്കും ഇല്ലേ? പക്ഷേ ഈ പക്ഷികളും മൃഗങ്ങളും എല്ലാവരും ആരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്? ലൗകികനെ ആശ്രയിച്ച. അതുകൊണ്ടാണ് മുത്തശ്ശി എന്ത് പറഞ്ഞത്? കുടുംബം നോക്കിയാൽ കാശിക്ക് പോകണ്ടാന്ന്. കാശി പോണട്ടോ, അത് വലിയൊരു സംഭവമാണ്. കാശി ചെല്ലുമ്പോഴാണ് അതിൻ്റെ സുഖം നമുക്ക് മനസ്സിലാവുക. കാരണം കാശിനാഥൻ്റെ ആ ചിത വെക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ബോട്ടിൽ നമ്മളെ ഗംഗയിലൂടെ അങ്ങനെ കൊണ്ടുപോകും, ഒരു മണം ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ ചിത വെക്കുമ്പോൾ നമ്മളതിൽ കുറേ നെയ്യും അല്ലേ? മന്ത്രിമാരൊക്കെയാണ് ഈ പറയേണ്ട, 10 ഡപ്പി നെയ്യും മുന്തിരിക്കൊട്ടാലും മണം പുറത്തേക്ക് വരും, മഹാഭാവികൾ. ഇവിടെ സാധാരണക്കാരാണെങ്കിലും ആ മാംസം കരിഞ്ഞ മണം. പക്ഷേ ആ കാശിനാഥൻ്റെ ഗംഗാതീരത്ത് നമ്മളെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു മണവും വരില്ല, അതിലൊരു ദ്രവ്യങ്ങളും ഇടുന്നില്ല. വെറും വിറകടുക്കി വെച്ച് കത്തിച്ചുകൊണ്ടിരിക്കുക. 12-15 എണ്ണം ഒരേ സമയത്ത് താഴത്തെ നിലയിൽ, പിന്നെ മുകളിലും അതിനുള്ളിലും കത്തുന്നുണ്ട് അത്രേ. ഉറങ്ങാത്ത നഗരമാണ് കാശി എന്ന് പറയുന്നത്. കാരണം അവിടെ സദാസമയം ഓരോ ദേഹങ്ങൾ അങ്ങനെ ദഹിച്ച് വെണ്ണീറായി. ആ ഒരു പിടി ഭസ്മം കാശിനാഥൻ്റെ ശിവലിംഗത്തിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് അഭിഷേകം ചെയ്യുന്നതോടുകൂടി നമുക്ക് സായുജ്യം കിട്ടിയെന്ന്. അതിന് ഭാഗ്യം ഉണ്ടാവുമ്പോൾ അതിലും വലിയൊരു ഭാഗ്യം എന്താ ഉള്ളത്? പക്ഷേ കാശിക്ക് പോണ്ട എന്ത് ചെയ്താൽ? കുടുംബം നോക്കിയാൽ. അതിനർത്ഥം എന്താ? അത്രയും വലിയ പ്രാരാബ്ധ. കാരണം ഈ ലൗകികരെ ആശ്രയിച്ചിട്ടാണ് എല്ലാവരും നിലകൊള്ളുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ
കിളികൾ, സന്യാസിമാർ, മൃഗങ്ങൾ, ഇവരൊക്കെ ആര് അധ്വാനിച്ചതാ കഴിക്കുന്നത്? സന്യാസി വര്യന്മാർ ഇരുന്ന് ജപിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ഉണ്ടാവുമോ? ലൗകികനെ അധ്വാനിച്ച് കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കുടുംബം നോക്കിയാൽ കാശിക്ക് പോകണ്ടെന്ന് പറയുന്നത്. ഇനി ഭഗവതിയുടെ കയ്യിലെ ആയുധങ്ങളെക്കുറിച്ച് അത് വിട്ടുപോയി. നമ്മളെപ്പോഴും വന്നാൽ ശ്രീരാമചന്ദ്രനെ ധ്യാനിക്കുകയാണെങ്കിലും വിഷ്ണു മനസ്സിൽ വന്ന 4 കൈകൾ കാണാറില്ലേ? ശംഖം ചക്രം ഗദാ പങ്കജമിതി വിലസും. അപ്പോൾ ശംഖ്, ഗദ, ചക്രം അല്ലേ? ഇവനൊരു താമരപ്പൂവും കാണാം. ഭഗവതിയുടെ കയ്യിൽ നോക്കൂ, ഇത് തന്നെ. ആദ്യം ഒരു ശംഖ് കാണാം. ശംഖ് നമ്മളോട് എന്താ പറയുന്നത്? ഇതൊക്കെ ആയുധങ്ങളാണ് ഇവരെ കയ്യിലുള്ളത്. എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാവുന്ന മിസൈലിനേക്കാൾ ശക്തിയുള്ള ആയുധങ്ങളാണ്. ഭഗവതിയുടെ കയ്യിലെ ശംഖ് നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? അമ്പലത്തിൽ ശംഖനാദം കേൾക്കാറില്ലേ? ശംഖനാദം മുഴക്കും പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വര കഥകൾ പാടി പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കണം. നാമജപം ഉച്ചത്തിൽ കൂട്ടമായിരുന്ന് നിങ്ങൾ കൂട്ടപ്രാർത്ഥനയ്ക്ക് ചെയ്യും പോലെ ചെയ്യണം എന്നാണ് പറയുന്നത്. ശംഖനാദം മുഴക്കണം, നാമജപം ഉണ്ടായിരിക്കണം ഉച്ചത്തിൽ. ഇനി മറ്റൊന്ന്, ചിലർ ഞാൻ മനസ്സിലേ ചൊല്ലൂ പറഞ്ഞു തരില്ല അല്ലേ? ഓരോ മാതൃസമിതി, ഞാൻ ചില അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ ചെല്ലൂ കേട്ടോ. എന്നിട്ട് മാതൃസമിതിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ട് പോരും. 1-2 അർച്ചനയൊക്കെ ചെയ്യിപ്പിക്കും, പിന്നെ മാസം ചെയ്യാൻ പറയും. പിന്നെ വിളി വരും ഓരോരുത്തരുടെ. ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലുണ്ടാവും. അപ്പം നമ്പറൊക്കെ എടുത്തിട്ട് വിളിച്ചിട്ട് പറയും, ടീച്ചറെ ഒന്നും പറയണ്ടാക്കി, അവൾ മൈക്ക് അങ്ങോട്ട് തരില്ല. മനസ്സിലായില്ലേ? അവിടെ തുടങ്ങി സ്പർദ്ധ. ഞാൻ പറയും, മൈക്കിൽ ചൊല്ലിയാലും താഴെ ഇരുന്ന് ചൊല്ലിയാലും ആരെ കേൾക്കാനാണ് നിങ്ങൾ ചൊല്ലണേ? ഭഗവാനല്ലേ കേൾക്കണ്ടുള്ളൂ. വേറെ ഉള്ളവരൊന്നും കേട്ടില്ലെങ്കിൽ മൈക്ക തന്നില്ലെങ്കിൽ സന്തോഷിച്ചോളൂ. നിങ്ങളെ തെറ്റാരും കേൾക്കില്ലല്ലോ. അപ്പം പിന്നെ സന്തോഷമായി. ഇത്രയേ ഉള്ളൂ. ഇത്ര ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്പർദ്ധയൊന്നും കരുതാതെ തേച്ച് മിനുക്കിയ പാത്രം പോലെ ശുദ്ധമായ മനസ്സോട് കൂടിയിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. എന്തേ വേണ്ടു? എല്ലാവരും കൂടിയാണ് ചൊല്ലുക. ശംഖനാദം മുഴക്കുന്നത് പോലെ എന്ത് ചെയ്യണം? നാമജപം ഉണ്ടായിരിക്കണം. ഈശ്വര കഥകൾ കേൾക്കണം. കേൾക്കുക, പറയുന്നത് കുറച്ചേ വേണ്ടുള്ളൂ. ഇത്രേ നാവൊന്നല്ലേ ഉള്ളൂ. കേൾക്കാനാണത്രേ 2, കൂടുതൽ കേൾക്കാനാത്രേ 2 ചെവി തന്നത്. ഇനി ശംഖം കഴിഞ്ഞാൽ ചക്രമുണ്ട്. ഭഗവതിയുടെ കയ്യിലുണ്ട്, ഭഗവാന്റെ കയ്യിലുണ്ട്. ചക്രം എന്താ നമ്മളോട് പറയുന്നത്? ഇത് എങ്ങനെ ഉപയോഗിക്കണം? ചക്രം അല്ലേ? സുദർശനാണ്. കണ്ടാൽ തന്നെ കഴിഞ്ഞു നമ്മുടെ പണി. അത് പണി തീർക്കാൻ എത്ര നമ്മുടെ മുന്നിലേക്ക് വരുള്ളൂ. ശിശുപാലനം അങ്ങനെയല്ലേ ഉണ്ടായത്. ഇവിടെ ചക്രം സംസാര ചക്രത്തെ കാണിക്കുക. നമ്മുടെ ഈ ജീവിത ചക്രം എന്താ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ 50 വയസ്സ് എപ്പോഴായി എന്ന് അറിഞ്ഞില്ല കേട്ടോ ടീച്ചറെ. അന്നൊന്നും ഇതൊന്നും എടുക്കാൻ തോന്നിയില്ല. എന്നോട് ഒരാൾ പറഞ്ഞു, അന്നൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ സപ്താഹം, എനിക്ക് അന്നൊന്നും അവിടെ പോകാൻ തോന്നിയില്ലേ. ഇപ്പോഴാണ് അത് തോന്നിയതേ. ഇപ്പോഴെങ്കിലും തോന്നിയില്ലേ? അത് തന്നെ അനുഗ്രഹം. ഈ ചക്രം, സംസാര ചക്രം എത്ര സ്പീഡിൽ ഓടുന്നുണ്ട്. സമയം വിലപ്പെട്ടതാണ് എന്ന് നമ്മളോട് പറയാം. അതായത് നമ്മൾ ഈ സംസാര ചക്രം പോകുന്നത് നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, നാളെ ചെയ്യേണ്ട കാര്യം നീ ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ട കാര്യം നീ ഇപ്പോഴേ ചെയ്യണം. കാരണം എപ്പോഴത് പൊട്ടുകയെന്ന് അറിയില്ലല്ലോ. നിങ്ങൾ ആഗ്രഹിച്ചു, ടീച്ചർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ശ്രീരാമരാമേരി തപ്പി നോക്കട്ടെ എന്ന് വിചാരിച്ചെങ്കിൽ സഹസ്രനാമം ഇന്ന് എൻ്റെ അടുത്ത് വെച്ചോളൂ കേട്ടോ. ഉച്ചാകുമ്പോൾ ഉറങ്ങൊന്നും വേണ്ട. ഉച്ചാകുമ്പോൾ സ്ത്രീ പ്രസംഗ ആണ് വീട്ടിൽ, അതന്നെയല്ലേ നടക്കുന്നത്. സ്ത്രീ പ്രസംഗിച്ചത് ഏത് ഗ്രന്ഥത്തിലാണ്? രാമായണത്തിലാണ്. പണ്ടുള്ളവർ ഉച്ചയ്ക്ക് രാമായണമാണ് അത്ര വായിക്കുക. എന്ത് സുഖമായിട്ടല്ലേ അത് ചൊല്ലിപ്പോകുമ്പോൾ. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് എന്താ? ഗദ അല്ലെങ്കിൽ വാളാണ്. ഭഗവതിയുടെ കയ്യിൽ വാളല്ലേ? വാളെന്താ പറയുന്നത്? ഗദ കൊണ്ട് നമ്മുടെ അജ്ഞാനത്തെ തച്ചുടയ്ക്കണം എന്നാ. അജ്ഞാനം നീങ്ങണമെങ്കിൽ എന്ത് വേണം? ഇതുപോലെ സത്സംഗങ്ങൾ വേണം. ഈ വാളും അത് തന്നെ കാണിക്കുന്നത്. നിങ്ങളുടെ അജ്ഞാനത്തെ മുറിച്ച് മാറ്റി നിങ്ങൾക്ക് വിജ്ഞാനത്തിലേക്ക് ഉയരാൻ കഴിയണം എന്ന് ശ്രീ ഭഗവതിയുടെ വാള് നമ്മളോട് പറയാം. ഇനി ഒന്നും കൂടി ഉണ്ടല്ലോ. ഒരു താമര ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും ഭഗവതിയുടെ കയ്യിൽ, ഭഗവാന്റെ കയ്യിലും ഉണ്ട്. ആരാ കൊടുത്തത്? ഗജേന്ദ്രൻ കൊടുത്തതാ ഭഗവാന്. ആ താമര എന്താ ഗീതയിൽ പറയുന്നത്? പത്മപത്രമിവാംബസ. പത്മപത്രം എന്ന് പറഞ്ഞാൽ ഈ താമര വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിയിട്ടല്ലേ കിടക്കുക. പത്മപത്രം മറ്റേ താമരയുടെ ഇലയും പൊങ്ങിയിട്ടാണ് കിടക്കുക. വെള്ളം നനയോ? ഇല്ലല്ലോ അല്ലേ? മുത്തശ്ശി എന്താ പണ്ട് കഥയിൽ പറഞ്ഞു തന്നത്? എൻ്റെ അച്ഛനെ എനിക്കൊരു പായ തന്നു, മുക്കിയാലും നനയില്ല എന്നല്ലേ. അതന്നെ താമരയിലയും ചേമ്പിൻ്റെ ഇല പോലെ ഇത്രയും വെള്ളത്തിൽ കടന്നിട്ടും ആ താമരയില നനയുന്നില്ല. താമര വെള്ളം താന്നു പോയാലും താഴ്ന്ന് അതിനൊപ്പം പോവാതെ തല ഉയർത്തി തന്നെ നിൽക്കുന്നത്. ഇതെന്താ നമ്മളോട് പറയുന്നതെന്നറിയോ? നിങ്ങൾ ഈ വിഷയാസക്തിയിൽ, നമ്മളൊക്കെ വീടിന് വേണ്ടി ജീവിക്കുന്നവരാണ് അല്ലേ? കൂടുതൽ സ്ത്രീകൾ നോക്കൊണ്ടു, ആണുങ്ങൾ പിന്നെ കുറച്ച് പുറത്തേക്ക് വീടിന് വേണ്ടി മാത്രം ജീവിക്കാതെ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. വീടിന് വേണ്ടിയാണ് ജീവിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോയി. നമുക്ക് ജീവിക്കാൻ വേണ്ടി വീടിനെ ഉപയോഗപ്പെടുത്തി ജീവിക്കുക. അതായത് വീടിനോടുള്ള ഒട്ടലൊക്കെ ഒന്ന് മാറ്റി, രാവിലെ കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാറായി, വേഗം എന്ത് ചെയ്യണം? അമ്പലത്തിലെത്തണം, കൂട്ടപ്രാർത്ഥനയിൽ പങ്കെടുക്കണം, അതെ, ത്രികാല പൂജ തൊഴണം, അങ്ങനെ തീരുമാനിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കറണ്ട് പോയി തോന്നുന്നു. അപ്പോൾ ഈ
താമരയില കാണിച്ചു തരും പോലെ ഒട്ടലില്ലാതെ ജീവിക്കുക. എന്തിനോടാ ഒട്ടല്? വിഷയാസക്തി. ഈ സുഖം എന്നും അനുഭവിക്കാൻ പറ്റുമോ? ചെറുപ്പത്തിലുള്ള സുഖം എന്തെങ്കിലും ഇപ്പോൾ വയസ്സായപ്പോണ്ടോ? ഒന്നിനും വെയ്യായിക്കോന്നാണ് കിടന്നാ മതി പറയും മുത്തശ്ശി. അപ്പം അങ്ങനെ ആലോചിക്കും, ഞാൻ എന്തൊരു സ്വസ്ഥല്ലേ. അവരുടെ കാര്യം അത്രയേ ഉള്ളൂ. രാവിലെ നീച്ചാ അയ്യോ കുട്ടിയെ വിളക്ക് കത്തിക്കേ, ഞാൻ സഹസ്രനാമം ചൊല്ലട്ടെ. ദിവസത്തിൽ രാവിലെ നിങ്ങളൊരു വിഷ്ണു സഹസ്രനാമം ശ്രീരാമചന്ദ്രസ്വാമിക്ക് വേണ്ടിയിട്ട്, വൈകുന്നേരം ഒരു ലളിതാ സഹസ്രനാമം, ഇത്രയെങ്കിലും ചെയ്യാം. കാരണം ഈ ജന്മം കിട്ടിയിട്ട്, സുഹൃതം കിട്ടിയ ഈ ജന്മം, ഇത്ര അടുത്തൊരു ക്ഷേത്രം കിട്ടിയിട്ട് അതിനെ ഉപയോഗപ്പെടുത്താതിരിക്കരുത്. മാക്സിമം ഉപയോഗിക്കുക. എങ്ങനെയൊക്കെ ഇതിനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കാനാണ് ഒരു പ്രഭാഷണം. ക്ഷേത്രത്തിനോട് ചേർന്ന് നിന്നിട്ട് വേണം ആത്മീയമായി ഉയരങ്ങളിലെത്താം. ഇപ്പോൾ ഒരാൾക്ക് രാമായണേ അറിയുള്ളൂ, നാരായണീയെ അറിയില്ല, മറ്റൊരാൾക്ക് ഭാഗവതേ അറിയുള്ളൂ, ഒരാൾക്ക് ജ്ഞാനപ്പാന മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? ആഴ്ചയിലൊരു ദിവസം, ശക്തിയുടെ ദിവസമായ വെള്ളിയാഴ്ചയെങ്കിലും നീ ഒരു ക്ഷേത്രം സന്ദർശിക്കണം. ആചാര്യസ്വാമി പറഞ്ഞതാ. നീ വെള്ളി വേണ്ട, നിങ്ങൾക്ക് ഞായറേ ഉള്ളൂ, എല്ലാവർക്കും ഉള്ളൂ. മാതൃസമിതി കുട്ടികളെ എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്നിട്ട് ഒന്നിച്ചിരുന്നിട്ട് ജ്ഞാനപ്പാന ചൊല്ലാം, ഹരിനാമകീർത്തനം ഗ്രന്ഥങ്ങളിലൂടെ പോവുക. കാരണം ഗ്രന്ഥങ്ങൾ നമ്മളോട് സംസാരിക്കുന്ന ഭഗവതിയാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ന് ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇനിയും ഇരുന്ന കുട്ടികളൊക്കെ എന്നെ കാരണം 12 മണി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഭക്ഷണം കൊടുക്കണം എന്താ പറയുക, ഘോരമായ സമയമാണ്. പക്ഷേ ഉച്ചയ്ക്കാണ് ദുർഗാദേവിക്ക് ഏറ്റവും ഇഷ്ടം. എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? അറിയാൻ താല്പര്യമുള്ള എന്തെങ്കിലും പറയണമെങ്കിൽ 5 മിനിറ്റ് പറയാം. ഇപ്പം നമ്മൾ നടത്തിയത് ഒരു ജ്ഞാനയജ്ഞ. എന്താ യജ്ഞം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് കൃതം ത്രേതം ദ്വാപരം കലി കഴിഞ്ഞ 3 യുഗങ്ങളിൽ നടത്തിയിരുന്നത് വലിയ വലിയ യാഗങ്ങൾ, യജ്ഞങ്ങൾ, ഹോമങ്ങൾ, കഠിന തപസ്സുകളൊക്കെ ആയിരുന്നു ഈശ്വര സാക്ഷാത്കാരം കിട്ടാൻ. നമുക്ക് ജന്മം കിട്ടിയത് ഈശ്വര സാക്ഷാത്കാരം കിട്ടാനാണ്. പക്ഷേ കലികാലത്തിൽ മനുഷ്യന് ആയുസ് കുറവാണ്, ആരോഗ്യം കുറവാണ്, വലിപ്പം കുറവാണ്. ഹ്രസ്വകായകന്മാരാ ഉത്തര കലിയുഗത്തിലുള്ളവരൊക്കെ. അങ്ങനെയുള്ള ഈ ചെറിയ കുറച്ച് ആയുസ്സിലിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം കിട്ടാൻ വേണ്ടിയിട്ട് ജ്ഞാനയജ്ഞം. ജ്ഞാനെന്ന് പറഞ്ഞാൽ അറിവ്. ഇപ്പം ഈ നടത്തിയതാണ് ജ്ഞാനയജ്ഞം അല്ലെങ്കിൽ സത്സംഗം. വലിയ ഒരു യജ്ഞം നടത്തി കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? യജ്ഞ ഭഗവാന്റെ ഭാര്യയാണ് ദക്ഷിണാദേവി. അതാണ് അതിൻ്റെ സങ്കല്പം. അപ്പോൾ ഭഗവാനോട് കൂടി സീതാദേവിയും വന്നു, ദുർഗാ ഭഗവതി കൂടെ തന്നെ ഉണ്ട്. ഈ ശ്രീരാമചന്ദ്രൻ ധർമ്മമായി, സത്യമായി, ദുർഗാ ഭഗവതി ശക്തിയായി, ധൈര്യമായി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ധൈര്യമാവുന്നത്? ഭഗവതി ഏത് വാഹനത്തിന് മുകളിലായിരിക്കുന്നത്? സിംഹവാഹിനിയാണ് അല്ലേ? സിംഹത്തിന് പുറത്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിംഹത്തിനെ കണ്ടാൽ നമുക്ക് എന്താ ഭയല്ലേ? ആ ഭയം തോന്നിപ്പിക്കുന്ന സിംഹത്തിനെ അതിക്രമിച്ച് അതിനു മുകളിൽ കയറിയിരിക്കുകയാണ് ഭഗവതി. അപ്പം നമ്മുടെ ജീവിതത്തിലെ സന്ദേശം എന്താ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ ഭയം ഉണ്ടെങ്കിൽ ആ ഭയം തോന്നുന്ന വസ്തുവിനെ അതിക്രമിച്ച് അതിനു മുകളിൽ നമ്മൾ ഉയരണം. അതുകൊണ്ട് ഭയം വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ശക്തിയായി മാതൃവാത്സല്യം, മാതൃസ്നേഹമായിട്ടാണ് ദുർഗാ ഭഗവതി അനുഗ്രഹിക്കുന്നത്. ആ ദാസഭാവത്തോടുകൂടി, വിനയത്തോടുകൂടി നമുക്ക് ഭക്തി കാണിച്ചു തരാണ് ഹനുമാൻ സ്വാമി. അതേസമയം നിങ്ങൾ ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിക്കണം, ആചാരങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറയുകയാണ് ശ്രീരാമചന്ദ്രസ്വാമി. ഇങ്ങനെ 3 പേരുടെയും അനുഗ്രഹം ഒപ്പം കിട്ടുന്ന നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു ദിവസം ഒരു 2 മണിക്കൂറോളം ഇരിക്കുക. ഭഗവാന്റെ അനുഗ്രഹം, ഞാനതിൽ സന്തോഷിക്കുന്നു. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇതുവരെ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഇനിയും ഒരുപാട് സത്സംഗങ്ങൾ നിങ്ങളെ തേടി ഭഗവാൻ കൊണ്ടുവന്ന് തരും. നല്ല ഒരു അന്തരീക്ഷമാണ്, നല്ല പോസിറ്റീവ് എനർജിയുള്ള അമ്പലമാണ്. അമ്പലത്തിന് നമ്മളെ സംരക്ഷിക്കാൻ, കാരണം അത് നമ്മുടെ കടമയാണ്. ഒരു ക്ഷേത്രത്തിന് വേണ്ടി ഒരു കല്ലെങ്കിലും, ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നമ്മൾ ജന്മം കിട്ടിയിട്ട് ചെയ്തെങ്കിൽ അത് എത്രയോ ജന്മങ്ങൾ വരുന്ന ഓരോ വ്യക്തികളും അംഗീകരിച്ച് ആരാധിക്കും. നമ്മൾ വീട് കെട്ടിയ 30 കൊല്ലം കഴിഞ്ഞാൽ കുട്ടികളെ തച്ച് പൊളിക്കും, മോഡൽ മാറും ഇല്ലേ? പക്ഷെ നമ്മളെ മോഡൽ മാറും. നമ്മളും പോവില്ലേ ഇവിടുന്ന്? നമ്മളാ കൊടുത്ത ക്ഷേത്രത്തിൽ എന്താണോ നമ്മുടെ പേരിൽ ഒരു വിളക്ക് ചാർത്തിയാൽ ഒരു തളിക അല്ലേ, വിളക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോഴേക്കും ഒരു തളികയും കൂടി ഇരിക്കട്ടെ. വിളക്ക്, ശംഖ്, മണി, ഗ്രന്ഥം ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, തറയിൽ വെക്കരുത്. ഭൂമി ദേവിക്ക് ആ ഭാരം താങ്ങില്ല. തിരുമേനിയുടെ തട്ട് കണ്ടിട്ടുണ്ടോ? അതിലെല്ലാം തട്ടിലാണ് വെക്കുക, എല്ലാം വെച്ചിട്ടില്ലേ? തിരുമേനിയുടെ ഒരു തളികയിൽ നോക്കൂ, എന്തെല്ലാം ഉണ്ടെന്നൊന്ന് അങ്ങടാകത്തേക്ക് കയറുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഇനി യജ്ഞം സമർപ്പിക്കുകയാണ്. സംശയമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ ചോദിക്കാം. സമർപ്പിക്കട്ടെ. ഓം
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി സർവം ജഗദംബികായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരി തത്സത്.